നമസ്കാരം. ശിവഗിരിയിൽ നടത്തിയ സനാതന പരാമർശത്തിൽ മുഖ്യമന്ത്രി ഉറച്ചു നിൽക്കുന്നു. കെ സുധാകരനും ഗുരുവിനെ വിട്ടുകൊടുത്തുകൂടാ എന്ന് ജാഗ്രതപ്പെടുത്തുന്നു. അപസ്വരമായത് വി.ഡി. സതീശന്റെ വാക്കുകളാണ്, അതും ശിവഗിരിയിലെ വേദിയിൽ തന്നെ. സനാതന ധർമ്മത്തിൽ വർഗീയതയും ചേരിതിരിവും ഇല്ലെന്നാണ് സതീശൻ പറയുന്നത്. ഇന്ന് ശിവഗിരിയായിരുന്നു ശ്രദ്ധാകേന്ദ്രമെങ്കിൽ നാളെ പെരുന്നയുടെ ഊഴമാണ്. ചെന്നിത്തല അവിടെ എത്തുന്നു. അതിനിടെ യോഗനാദത്തിലൂടെ വെള്ളാപ്പള്ളിയുടെ നാദവും മുഴങ്ങിക്കേൾക്കുന്നു. എ.കെ. ശശീന്ദ്രൻ പിന്നാക്ക വിഭാഗത്തിൽ നിന്നുള്ള മന്ത്രിയാണ്. ആ മന്ത്രിയെ മാറ്റാൻ മറ്റൊരു സമുദായത്തിന്റെ മനസ്സ് പ്രവർത്തിക്കുന്നു എന്ന്. തീർന്നില്ല. ജാമിയ നൂരിയയുടെ വാർഷിക സമ്മേളനത്തിൽ സതീശന് സീറ്റില്ല. മുനമ്പം വിഷയത്തിലെ വ്യത്യസ്ത നിലപാട് കസേര തെറിപ്പിച്ചു എന്നാണ് സൂചന. അങ്ങനെ സമുദായങ്ങളുടെ വേദികൾ രാഷ്ട്രീയത്തെ നിർണയിക്കുന്ന രംഗവേദിയാവുകയാണോ? ഈ വിഷയമാണ് സ്പെഷ്യൽ എഡിഷൻ ചർച്ച ചെയ്യുന്നത്. കളത്തിൽ സമുദായങ്ങളോ? ഈ വിഷയത്തിൽ പ്രതികരിക്കാൻ കോൺഗ്രസിൽ നിന്ന് രാജു പി നായർ, ബി.ജെ.പിയിൽ നിന്ന് കെ ഗണേഷ്, രാഷ്ട്രീയ നിരീക്ഷകൻ ഫക്രുദ്ദീൻ അലി, സി.ആർ. നീലകണ്ഠൻ എന്നിവർ സ്പെഷ്യൽ എഡിഷനിൽ തത്സമയം അതിഥികളായി പങ്കുചേരുന്നു. ആദ്യം ശ്രീ രാജു പി നായർ, മുഖ്യമന്ത്രി പറഞ്ഞ കാര്യത്തെ അങ്ങയുടെ പാർട്ടി അധ്യക്ഷൻ എല്ലാ തരത്തിലും പിന്തുണയ്ക്കുന്നതാണ് കണ്ടത് ശിവഗിരി വേദിയിൽ. അതേസമയം സതീശൻ മറ്റൊരു രൂപത്തിൽ പ്രതികരിക്കുന്നതും കണ്ടു. ഇതിൽ ആശയക്കുഴപ്പം ആർക്കാണ്? അല്ല, ഇതിലൊരു ആശയക്കുഴപ്പമില്ലല്ലോ. ഇവിടെ വളരെ കൃത്യമായിട്ട് പറഞ്ഞു, സനാതനധർമ്മം എന്ന് പറയുന്നത് ഉപരിപ്ലവമായ ഒരു ചർച്ചയുടെ പുറത്ത് പോകേണ്ട ഒന്നല്ല. സനാതനധർമ്മത്തിൽ തന്നെ വിശ്വാസികളുണ്ടായിട്ടുണ്ട്, അവിശ്വാസികളുണ്ടായിട്ടുണ്ട്, പല വിധത്തിലുള്ള ശാഖകൾ ഉണ്ടായിട്ടുണ്ട്. ഇതെല്ലാം നമ്മുടെ സംസ്കാരത്തിൻ്റെ ഭാഗമാണ്. ഇന്ത്യയുടെ സംസ്കാരം അല്ലെങ്കിൽ ഈ സനാതനധർമ്മത്തിൻ്റെ സംസ്കാരം എന്ന് പറഞ്ഞാൽ 1000ഓളം വർഷങ്ങൾക്ക് പഴക്കമുള്ളതാണ്. അങ്ങനെയുള്ള ഒരു സംസ്കാരത്തെ ഇന്ന് തങ്ങളുടേതാക്കി മാറ്റാനും അതിനെ മറ്റൊരു രീതിയിലേക്ക് അവതരിപ്പിച്ചുകൊണ്ട് ഇതെല്ലാം ഈ പണ്ട് 1923 സവർക്കർ എഴുതിയ പോലെ ഹിന്ദുത്വം പ്രചരിപ്പിക്കേണ്ടത് ഹിന്ദുവിൻ്റെ കർത്തവ്യമാണെന്ന് വരുത്തി തീർക്കാൻ വേണ്ടി നടത്തിയ ശ്രമങ്ങളുണ്ട്. ആ ശ്രമങ്ങൾ ഇന്നും സനാതനധർമ്മത്തെ അല്ലെങ്കിൽ ഹിന്ദു മതത്തെ ഉപയോഗിച്ചുകൊണ്ട് ചെയ്യാൻ ശ്രമിക്കുമ്പോൾ അതിനെതിരെ ചെറുത്തുനിൽപ്പ് ആവശ്യമാണ്. ആ ചെറുത്തുനിൽപ്പാണ് കാലാകാലങ്ങളായിട്ട് ഈ ഇന്ത്യൻ മതേതര ഇന്ത്യ നടത്തിക്കൊണ്ടിരിക്കുന്നത്. നമുക്കതറിയാം. അത് സ്വാതന്ത്ര്യപൂർവ്വ ഇന്ത്യ മുതൽ സ്വാതന്ത്ര്യാനന്തര ഇന്ത്യയിലും 2024 എല്ലാം നടക്കുന്ന പോരാട്ടം അതുതന്നെയാണ്. അപ്പോൾ അതിനെ സനാതനധർമ്മത്തെ മുഴുവനായിട്ട് അത് റദ്ദ് ചെയ്യുന്ന രീതിയിലുള്ള വാക്കുകൾ ഉപയോഗിക്കുന്നത് തീർച്ചയായിട്ടും അത് അനാവശ്യമായിട്ടുള്ള അല്ലെങ്കിൽ വസ്തുതാവിരുദ്ധമായിട്ടുള്ള ചരിത്ര നിഷേധവും ഒക്കെ ആയിട്ടുള്ള ഒരു വസ്തുതയായിട്ട് മാറും. അതിനകത്ത് സനാതനധർമ്മത്തിനകത്ത് ഒട്ടേറെ പോരായ്മകൾ ഉണ്ടായിട്ട് നമുക്ക് വർണ്ണാശ്രമം അതിൻ്റെ ഭാഗമാണ്. വർണ്ണാശ്രമം അതിൻ്റെ ഭാഗമായപ്പോൾ ആ വർണ്ണാശ്രമത്തിനെതിരായിട്ടുള്ള പോരാട്ടം നടത്തിയതും അതിനെ റിഫൈൻ ചെയ്തതുമെല്ലാം ഈ സനാതനധർമ്മത്തിനകത്തും ഹിന്ദുവിനത്തും അകത്തും തന്നെ ഉണ്ടായിട്ടുള്ള ശ്രീനാരായണ ഗുരു അതിനേറ്റവും കൂടുതൽ പ്രവർത്തിച്ച ഒരാളാണ്. പക്ഷേ അതെല്ലാം അതിനകത്തൊരു സ്വയം റിഫൈൻമെൻറ്റ് ഉണ്ടായിട്ടുണ്ട്. ആ റിഫൈൻമെൻറ്റിലൂടെ കടന്നു വന്ന ഒരു ധർമ്മത്തെ RSSൻ്റേത് മാത്രമായിട്ട് വിട്ടുകൊടുക്കുന്ന രീതിയിൽ അതിനെ വളരെ പെരിഫറലായിട്ട് ഉപരിപ്ലവമായിട്ട് ഒരു പരാമർശം നടത്തിപ്പോയാൽ ഇന്നത്തെ രാഷ്ട്രീയ സാഹചര്യത്തിൽ അത് തെറ്റായ ദിശയിൽ ഉപയോഗിക്കപ്പെടും എന്നുള്ളതാണ്. ഇതിനകത്ത് യാതൊരു കൺഫ്യൂഷനും ഇല്ല. ഇവിടെ നമ്മളെല്ലാവരും ഈ ജാതി സമ്പ്രദായത്തെയും വർണ്ണാശ്രമത്തെയും എല്ലാം എതിർത്തിട്ടുള്ളവരാണ്. സനാതനധർമ്മത്തിനകത്ത് ഉണ്ടായിട്ടുള്ള ഒരു മാറ്റവും അതുതന്നെയായിരുന്നല്ലോ. അതിനെല്ലാം വലിയ ഒരു അക്കാഡമിക് ലെവലിലോ അല്ലെങ്കിൽ വളരെ താഴെയുള്ള നിലയിലോ നമുക്ക് ചർച്ചകൾ നടത്താം. പക്ഷെ അതിനെ രാഷ്ട്രീയവുമായി കൂട്ടിക്കെട്ടി അതിനകത്ത് ഇപ്പോൾ നടത്തുന്ന ശ്രമങ്ങൾക്ക് ആയുധം നൽകുന്ന രീതിയിൽ നമ്മൾ സംസാരിക്കുന്നത് തീർച്ചയായിട്ടും ദോഷം ചെയ്യും എന്നുള്ളതാണ് അതിനകത്ത് പറഞ്ഞിട്ടുള്ളത്. അതിനകത്ത് ആശയപരമായ വ്യത്യാസങ്ങളല്ല, മറിച്ച് ഇന്നത്തെ രാഷ്ട്രീയത്തിൽ അതെങ്ങനെ ഉപയോഗിക്കപ്പെടുന്നുള്ളതും അത് പറയുമ്പോൾ അത് കേവലം സനാതനധർമ്മത്തെ മുഴുവൻ ഒരു തരം RSSന് ഉപയോഗിക്കാവുന്ന രീതിയിലേക്ക് അതിനെ കൈമാറ്റം ചെയ്യുന്നതും അതിനെയാണ് എതിർക്കുന്നത്. ശ്രീ ഫക്രുദ്ദീൻ അലി, ഈ സനാതന ഹിന്ദുവാണ് നാരായണ ഗുരു എന്ന് പറയുന്നതിൽ അപാകതയില്ല എന്ന് സതീശന്റെ വാക്കുകൾ പറയുന്നു. അതേസമയം അതിൻ്റെ മുഴുവൻ ആപൽക്കരമായ വശങ്ങളും ഇന്നലെ മുഖ്യമന്ത്രിയുടെ പ്രസംഗത്തിൽ വളരെ വിശദമായി പറഞ്ഞിട്ടുള്ളതുമാണ്. ഇതിൽ പിന്നെ സതീശന്റെ ഇങ്ങനെയൊരു ഭാഷ്യം അത് ന്യായീകരിക്കപ്പെടേണ്ടതാണ് എന്നാണ് ശ്രീ രാജു പി നായരും പറയുന്നത്. അപ്പോൾ സനാതന ഹിന്ദു എന്നാൽ അതിനകത്തുള്ള തെറ്റായ കാര്യങ്ങളെ മുഴുവൻ വിമർശിച്ച ഹിന്ദു, അങ്ങനെ നാരായണ ഗുരുവിനെ അടയാളപ്പെടുത്തിയാലേ BJP ഇത് ദുരുപയോഗം ചെയ്യുന്നതിനെ തടയാൻ കഴിയൂ എന്നാണോ?
കൃത്യമായ പോയിന്റാണ് നമ്മുടെ മുഖ്യമന്ത്രി പറഞ്ഞത്. ഒരു ദൈക്ഷണികമായിട്ടുള്ള ഒരു പെർസ്പെക്റ്റീവാണ്. സതീശൻ പറയുന്നത് ആ പെർസ്പെക്റ്റീവിൻ്റെ ഒരു ലിബറൽ പെർസ്പെക്റ്റീവാണ്. അതിൽ എനിക്ക് തോന്നുന്നു സതീശൻ്റെതാണ് കുറച്ചും കൂടി ആയമുള്ള ഒരു പെർസ്പെക്റ്റീവ്. കാരണം സനാതന എന്നുള്ള വാക്ക് നമുക്ക് ഏത് രീതിയിൽ ഉപയോഗിക്കാം. ഇപ്പോൾ സനാതന എന്നുള്ള വാക്ക് ഞാൻ ആദ്യമായി ശ്രദ്ധിക്കുന്നത് ഇപ്പോൾ നമ്മുടെ ഇതുണ്ടല്ലോ, സതി നിർത്തലാക്കിയ സമയത്ത് അതിനെതിരെ കൽക്കത്തയിലെ ഏറ്റവും കൺസർവേറ്റീവ് ആയിട്ടുള്ള ബ്രാഹ്മിൺസ്, നമുക്കറിയാലോ സതി നിർത്തലാക്കിയ പ്രധാനപ്പെട്ട പങ്ക് വഹിച്ചിട്ട് രാജാറാം മോഹൻ റോയിയാണ്. കൽക്കത്തയിലെ ഏറ്റവും കൺസർവേറ്റീവ് ആയിട്ടുള്ള ബ്രാഹ്മൺ സനാതന സഭ എന്ന സഭയുണ്ടാക്കി അത് ഹിന്ദു മതത്തിൻ്റെ മാമൂലുകൾക്കെതിരാണെന്ന് പറഞ്ഞിട്ട് അവർ പ്രക്ഷോഭം നടത്തുകയൊക്കെ ചെയ്തിരുന്നു. അത് അതിൻ്റെ ഒരു പ്രശ്നമാണ്. ഇതിൻ്റെ അങ്ങേറ്റം യാഥാസ്ഥികമായിട്ടുള്ള ഈ പറഞ്ഞ ഇടക്കാലത്ത് വൈദിക കാലഘട്ടത്തിന് ശേഷം ഉണ്ടായിട്ടുള്ള ഈ ജാതി സമ്പ്രദായമായിട്ട് ബന്ധപ്പെട്ട് വന്നിട്ടുള്ള ഒരു റീഡിംഗ് ആണ്. നാരായണ ഗുരു ഉൾപ്പെടെയുള്ള ആളുകൾ, നവോത്ഥാനവാദി രാജാറാം മോഹൻ റോയ് ആണെങ്കിലും നാരായണ ഗുരു ആണെങ്കിലും ഇവരെല്ലാം ചെയ്തത് ഇതിനെ പൊളിക്കണം. അതായത് ജാതീയമായ ഉച്ചനീചത്വങ്ങൾ എതിർക്കുകയും അതേസമയം തന്നെ നമ്മുടെ സനാതന സങ്കല്പങ്ങൾക്ക് അതിശക്തമായ താത്വികവും സ്പിരിച്വലുമായിട്ടുള്ള ഒരു അടിത്തറയുണ്ട്. അത് വേദങ്ങളും ഉപനിഷത്തുകളും എല്ലാം അടിസ്ഥാനമാക്കിയിട്ടുള്ള ഒരു അടിത്തറയുണ്ട്. അതിനെയാണ് അദ്ദേഹം അഡ്രസ്സ് ചെയ്യാൻ ശ്രമിച്ചത്. നമ്മളും അത് തന്നെയാണ് അഡ്രസ്സ് ചെയ്യാൻ ശ്രമിക്കേണ്ടത്. അപ്പോൾ ആ അർത്ഥത്തിൽ അദ്ദേഹം സനാതനിയാണ്. എന്നാൽ സനാതന സഭ പോലെയുള്ള പ്രസ്ഥാനങ്ങൾ റെപ്രസെൻ്റ് ചെയ്തിരുന്ന ജാതിയും അതുപോലെ സതിയൊക്കെ സപ്പോർട്ട് ചെയ്യുന്ന സനാതന ലോബികളാണെങ്കിൽ അദ്ദേഹം ആ കൂട്ടത്തിൽ പെടുന്നില്ല. അപ്പോൾ നമ്മൾ വളരെ കൃത്യമായിട്ട് സനാതന സങ്കല്പത്തെ പ്രോഗ്രസീവായിട്ടൊരു ഒരു ലിബറേഷൻ തിയോളജിസ്റ്റിൻ്റെ രീതിയിൽ നോക്കിക്കണ്ട ആളുകളായിട്ട് വേണം. വിവേകാനന്ദനാണെങ്കിലും നമ്മുടെ നാരായണ ഗുരു ആണെങ്കിലും ഇവരൊക്കെ കാണാം. ഇവരെ ഈ ജാതി ഇത്തരം സങ്കല്പങ്ങൾക്ക് എതിരായിരുന്നു. അതിനുവേണ്ടിയുള്ള അടിമത്തത്തിനും എല്ലാം അവരെതിരായിരുന്നു. ഇനി ഇതിൻ്റെ വേറൊരു വശമുണ്ട്. അതാ ഈ ഇപ്പോൾ RSSന് എടുത്തു നോക്കാം. RSS ഗുരുജി ഗോൾവൽക്കർ ഉൾപ്പെടെയുള്ള ആളുകൾ പറയുന്നത് ജാതി എന്നുള്ള സങ്കല്പത്തിന് അവരെതിരാണ്. വർണ്ണത്തിനെതിരല്ല, ജാതി എന്നുള്ള സങ്കല്പത്തിനെതിരാണ്. പക്ഷേ ഞാനും അതിനായിരുന്നു വിശ്വസിച്ചിരുന്നു. പക്ഷേ അടുത്ത കാലഘട്ടത്തിൽ എന്ത് സംഭവിച്ചെന്ന് വെച്ചാൽ ഈ ഓർഗനൈസർ ഇപ്പോൾ RSSന് ഒന്നൊന്നര പണി കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. ഈ തൊഴിൽ നൈപുണ്യമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് ജാതിനെ ന്യായീകരിക്കുന്ന രീതിയിലുള്ള ഒരു വ്യാഖ്യാനം വരികയുണ്ടായി. അത് എത്രത്തോളം RSS അപ്ഹോൾഡ് ചെയ്യുന്നു എന്ന് എനിക്കറിയില്ല. പക്ഷേ അത് RSSൻ്റെ ഞാൻ മനസ്സിലാക്കിയുള്ള അവരുടെ അടിസ്ഥാന താല്പര്യങ്ങൾക്ക് എതിരുമാണ്. ശരി, ശ്രീ CR നീലകണ്ഠൻ, ഇവിടെ ഇപ്പോൾ പ്രത്യക്ഷത്തിൽ പരസ്പരം ഭിന്നിച്ചു നിൽക്കുന്നു എന്ന് തോന്നിക്കുന്ന രണ്ട് കാര്യങ്ങൾ വന്നിരിക്കുന്നത്. ഒന്ന് പിണറായിയുടെ പ്രതികരണവും ഒന്ന് VD സതീശൻ്റെ പ്രതികരണവുമാണ്. അതിലൊരു കുഴപ്പവുമില്ല എന്നാണ് ഇപ്പോൾ രാജു പി നായരായാലും ഫക്രുദ്ദീൻ അലി ആയാലും പറയുന്നത്. എന്ന് വെച്ചാൽ സതീശൻ പറയുന്ന കാര്യങ്ങൾക്കാണ് കുറച്ചുകൂടെ ആഴമുള്ളത് എന്ന്. ഹിന്ദു മതത്തെ നിരസിക്കുക, ഈ പറയുന്ന ഹിന്ദു എന്ന നിലയിൽ നവോത്ഥാന ദിശയിലേക്ക് രാജ്യത്തെ സംസ്ഥാനത്തെ ഒക്കെ നയിച്ച നാരായണ ഗുരുവിൻ്റെ പങ്കിനെ നിഷേധിക്കുക, അങ്ങനെ ഒരു സാധ്യതയാണ് ഒരുപക്ഷെ പിണറായിയുടെ കർക്കശമായ ഭാഷ്യത്തിലൂടെ ഉണ്ടാകാൻ പോകുന്നത് എന്ന മുന്നറിയിപ്പാണോ സതീശൻ നൽകുന്നത്? അങ്ങനെയെങ്കിൽ സാധാരണഗതിയിൽ ഇതൊക്കെ സാധാരണ മനുഷ്യർ ഇത് കേൾക്കുമ്പോൾ തോന്നുന്ന ഒരു കാര്യമുണ്ട്, ഒരാശയക്കുഴപ്പമുണ്ട്. അത് സതീശനും വി മുരളീധരനും ഒരേ കാര്യമാണ് പറയുന്നത് എന്ന തോന്നലാണ്. അത് എങ്ങനെയാണ് മാറ്റാൻ കഴിയുന്നത്? അല്ല, അതിൽ ഇപ്പോൾ സനാതനം എന്ന വാക്ക് നമ്മൾ ആ വാക്ക് ഉപയോഗിക്കുമ്പോൾ സനാതനം എന്നൊരു സാധനം ലോകത്തില്ലല്ലോ. ഒരു മാർക്സിസ്റ്റ് വിശകലനത്തിൽ സനാതനമില്ല, മാറിക്കൊണ്ടിരിക്കുന്നതാണ്, മാറ്റമല്ലാതെ ഒന്നും മാറ്റമില്ല എന്ന് പറയുന്നത് പോലെ സനാതനധർമ്മം ഇതിനു മുമ്പ് ഉപയോഗിച്ച ഒരാൾ മഹാത്മാഗാന്ധിയാണ്. മഹാത്മാഗാന്ധി ഞാൻ സനാതന ഹിന്ദുവാണ് എന്ന് പലവട്ടം ആവർത്തിച്ചിട്ടുണ്ട്. എന്നിട്ട് ഈ RSSകാരാൽ കൊല്ലപ്പെട്ടിട്ടുമുണ്ട്. അപ്പോൾ എന്തുകൊണ്ടാണ് മഹാത്മാഗാന്ധിയെ RSSകാർക്ക് ഇഷ്ടപ്പെടാതിരുന്നത്? മഹാത്മാഗാന്ധി ഉദ്ദേശിച്ച അതൊരു കോണ്ടെക്സ്റ്റുവലാണ്, ഒരു സന്ദർഭത്തിലാണ്. സ്വാതന്ത്ര്യ സമരത്തിൻ്റെ ഒരു ഘട്ടത്തിൽ സർവമത സാഹോദര്യം എന്ന മുദ്രാവാക്യം ഉയർത്തി എല്ലാ മതക്കാരും ഒന്നിച്ചു ചേർന്ന് ബ്രിട്ടീഷുകാരെ തോൽപ്പിക്കണം എന്ന കാര്യമാണ്. പക്ഷേ അതിന് നേരെ വിപരീതമായ ധാരകൾ ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ, ഇന്ത്യൻ സമൂഹത്തിലുണ്ട്. ഇപ്പോൾ ഡോക്ടർ അംബേദ്കറിൻ്റെ ധാര, ഈ രണ്ടായിട്ടാണ് ഞാൻ കാണുന്നത്. ഡോക്ടർ അംബേദ്കറിൻ്റെ ധാര എല്ലാവിധ സനാതന അടിസ്ഥാന ബ്രാഹ്മണികമായ, നേരത്തെ പറഞ്ഞ വർണ്ണവ്യവസ്ഥയോ ജാതി വ്യവസ്ഥയോ അടക്കം ബ്രാഹ്മണിക മേധാവിത്വത്തിൻ്റെ എല്ലാ വ്യവസ്ഥയെയും ലംഘിക്കുന്നതാണ്. അംബേദ്കർ പറയുന്നത് സനാതനം എന്ന് പറഞ്ഞാൽ അത് ബ്രാഹ്മണികമാണ്, സനാതന ധർമ്മം ബ്രാഹ്മണികമാണ് എന്നാണ്. ഇപ്പോൾ ഗുരുദേവൻ്റെ കാര്യത്തിൽ ഞാൻ കാണുന്നത് ഗുരുദേവൻ സനാതന ധർമ്മത്തെ ഒരു കാലത്തും അംഗീകരിച്ചിട്ടില്ലാത്ത ആളാണ്. വിവേകാനന്ദനെ പറ്റി എനിക്ക് കുറച്ച് അഭിപ്രായ വ്യത്യാസമുണ്ട്, അത് എടുക്കട്ടെ. സനാതന ധർമ്മത്തെ ഒരിക്കലും അംഗീകരിച്ചിട്ടില്ല. അപ്പം അതിന് നിരവധി കാര്യങ്ങളുണ്ട്. ഒന്ന്, മനുഷ്യോണ മനുഷ്യത്വം, സർവമതം ഏകസാരം എന്നൊക്കെ മുഖ്യമന്ത്രി ഇന്ന് കോട്ട് ചെയ്ത സാധനങ്ങളുണ്ട്. അതിനും അപ്പുറത്ത് മതം ഏതായാലും മനുഷ്യൻ നന്നായാൽ മതി എന്ന് പറയുന്നു.
ഇതുപോലെയുള്ള നിരവധി കാര്യങ്ങൾ സർവമത സാഹോദര്യം എന്ന അർത്ഥത്തിലാണ് ഒരുപക്ഷെ ആ അർത്ഥത്തിൽ സനാതനം എന്നതിന് എതിർ ശബ്ദമായി ഉയർത്തിയത്. ഇപ്പൊ ഗാന്ധിയുടെ സർവമത സമഭാവനയും ഗുരുവിന്റെ സർവമത സമഭാവനയും തമ്മിൽ കൃത്യമായ ചില വ്യത്യാസങ്ങളുണ്ട്, അത് സംശയമൊന്നുമല്ല. ഗാന്ധി അന്നത്തെ ഒരു സാഹചര്യത്തിൽ അവിടെയുള്ള ഹിന്ദുക്കൾ ഇടയിൽ ഭിന്നിപ്പുണ്ടാക്കരുത്. ഗാന്ധി അംബേദ്കറോട് പറയുന്നുണ്ട്, ഇവിടെ ഈ ജാതി ഉപയോഗിച്ച് സംവരണമോ ജാതി ഉപയോഗിച്ച് സംഗതികളോ വന്നാൽ അത് ഈ ഹിന്ദു സമൂഹത്തിനിടയിൽ ഭിന്നിപ്പുണ്ടാക്കും. പക്ഷേ വേറൊരു കാര്യമുണ്ട്, അതേ ഗാന്ധി തന്നെയാണ് ഇന്ത്യൻ ഭരണഘടന ഉണ്ടാക്കാൻ ഡോക്ടർ അംബേദ്കറെ ഏൽപ്പിക്കുന്നതിൽ നിർണായകമായി പങ്കുവഹിച്ചത്. എന്ന് പറഞ്ഞാൽ സ്വാതന്ത്ര്യപൂർവ്വം നമ്മൾ ഉദ്ദേശിക്കുന്ന സനാതനമല്ല, ഇപ്പോൾ സ്വാതന്ത്ര്യത്തിന് ശേഷം ഒരു ഭരണഘടനയുണ്ട് നമുക്ക്. ആ ഭരണഘടന ഈ സനാതന ധർമ്മം അംഗീകരിക്കുന്നില്ല. ആ അർത്ഥത്തിൽ മുഖ്യമന്ത്രി ഭരണഘടനയ്ക്ക് അനുസൃതമായാണ് പറഞ്ഞത്, ഒരു തർക്കവുമില്ല. പിന്നെ ഇനിയും സംവാദം സാധ്യമാണ്, ഇനിയും ഒരുപാട് സംവാദങ്ങൾ സാധ്യമാണ്. സതീശൻ പറഞ്ഞതിന്റെ ഞാൻ അതിന് മുഴുവൻ ടെക്സ്റ്റ് വായിച്ചില്ല, പക്ഷെ കേട്ടിടത്തോളം ഈ കാര്യം ഇത് ഹിന്ദു വിരുദ്ധമാണ് എന്നൊരു തോന്നൽ ഉണ്ടാക്കരുത്. ഗാന്ധി പറയുന്ന പോലെയുള്ള സംഗതിയാണ്. ഒരു ലിബറൽ നേരത്തെ പറഞ്ഞ പോലെ ഒരു ഗാന്ധി അങ്ങനെ തന്നെയാണ് പറഞ്ഞത്, ഇത് ഹിന്ദു വിരുദ്ധമാണ് എന്നൊരു തോന്നൽ ഉണ്ടാക്കരുത്. കാരണം മറുവശത്ത് ഹിന്ദുത്വ രാഷ്ട്രീയം ഇത് ഉപയോഗിക്കാൻ നിൽക്കുന്നു. ഗുരു ഒരിക്കലും സനാതനി ആയിരുന്നില്ല. അദ്ദേഹം ഇപ്പോൾ ഒരു കാര്യത്തിലല്ല, ഇപ്പൊ രാമന്റെ കാര്യത്തിൽ രാമനെ ഒരു കാലത്തും ഗുരു അംഗീകരിച്ചിട്ടില്ലല്ലോ. ഗുരു ഒരു രാമക്ഷേത്രം ഉണ്ടാക്കിയിട്ടില്ലല്ലോ ഇവിടെ നാട്ടിൽ. എന്തുകൊണ്ടാണ് ഗുരുവിന് പല ക്ഷേത്രങ്ങളുണ്ട്, ശിവന്റെ ക്ഷേത്രം ഉണ്ടാക്കിയ ഗുരുവിന് എന്തുകൊണ്ടാണ് രാമക്ഷേത്രം ഉണ്ടാക്കാൻ പറ്റും? അദ്ദേഹം പറഞ്ഞു, നമുക്ക് സന്യാസം തന്നത് ബ്രിട്ടീഷുകാരാണ് എന്ന് പറഞ്ഞു. അപ്പോ ഇതൊക്കെ വി.കെ. ബാലകൃഷ്ണൻ ചോദിക്കുന്നുണ്ട്, ഗുരു അങ്ങക്ക് എങ്ങനെയാ ബ്രിട്ടീഷുകാർ തന്നെ തന്നെ അർത്ഥം? അദ്ദേഹം പറഞ്ഞു, രാമന്റെ രാജ്യമായിരുന്നെങ്കിൽ എനിക്ക് ശൂദ്രന് പോലും സന്യാസം സ്വീകരിക്കാൻ കഴിയുമായിരുന്നില്ല എന്ന് പറഞ്ഞാൽ രാമനെ 100% തള്ളിക്കളയുന്ന ഒരാളാണ്. അപ്പൊ സംഘപരിവാറിന്റെ ഹിന്ദുത്വ രാഷ്ട്രീയം ഈ ഗുരു പറയുന്ന രാഷ്ട്രീയത്തിൽ നിന്ന് വളരെ വളരെ വ്യത്യാസമാണ് എന്നാണ് മുഖ്യമന്ത്രി പറഞ്ഞു സൂചിപ്പിച്ചത്. അത് ശരിയുമാണ്. പക്ഷേ സതീശൻ അത് വ്യാഖ്യാനിക്കുന്നത് ഇത് ഒരു ഗാന്ധിയൻ ആംഗിളിൽ നിന്നാണ്. ഗാന്ധി ഹിന്ദുക്കൾക്കിടയിൽ അല്ലെങ്കിൽ ജനങ്ങൾക്കിടയിൽ ജാതിയുടെ ഭിന്നതയുണ്ടാക്കുന്ന തരത്തിലുള്ള പ്രവർത്തനങ്ങൾ പാടില്ല എന്ന് വാദിക്കുന്ന ഉണ്ട്. ഇതിൽ ഞാൻ പ്രകടമായ വ്യത്യാസം പറഞ്ഞാൽ ഇപ്പോൾ ഗാന്ധിയും അംബേദ്കറും തമ്മിലോ ഗാന്ധിയും മറ്റു ആളുകളും തമ്മിലോ ഒക്കെ ഉണ്ടായ അതിൻ്റെ വേറൊരു തുടർച്ചയാണ്. ഇപ്പോൾ ഗുരു അയ്യപ്പന് തമ്മിൽ ഉണ്ടായിട്ടുണ്ട്. ഒരു ദൈവം മനുഷ്യൻ എന്ന് പറയുമ്പോൾ ഒരു ദൈവം വേണ്ട, ജാതി വേണ്ട, മതം വേണ്ട, ദൈവം വേണ്ട മനുഷ്യന് എന്ന് പറഞ്ഞ അയ്യപ്പൻ്റെ തോളത്താണ് ഗുരു കൈയിട്ടിരുന്നത്. ഗുരുവിൻ്റെ ഏറ്റവും അടുത്ത ശിഷ്യരിൽ ഒരാളായിരുന്നു. മറിച്ച് കുമാരനാശാനോട് ഞാൻ പറഞ്ഞത്, ഇതിലെ കേവല തർക്കങ്ങൾക്കപ്പുറത്ത് മുഖ്യമന്ത്രി പറഞ്ഞ അടിസ്ഥാനപരമായ വിഷയം, ഗുരു ഒരിക്കലും ഇവർ പറയുന്ന അർത്ഥത്തിലുള്ള ഒരു ഹിന്ദുത്വത്തിന് വക്താവായിരുന്നില്ല എന്നത് പറയേണ്ട ഒരു കാലം തന്നെയാണിത്. അതിന് യാതൊരു തർക്കവുമില്ല. പക്ഷേ ഈ പറഞ്ഞ മാതിരി നേരത്തെ വേണു ഉന്നയിച്ചൊരു പ്രശ്നമുണ്ട്. സാധാരണ ഒരു മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം കേൾക്കുമ്പോൾ ഇത് ചരിത്ര പശ്ചാത്തലത്തിലല്ല കേൾക്കുന്നത്. ഇതിനെ വ്യാഖ്യാനിക്കാൻ വളരെ കൃത്യമായ ഹിന്ദുത്വ ശക്തികൾ ഇവിടെയുണ്ട്. ആ ഹിന്ദുത്വ ശക്തി ഇപ്പോൾ മുഖ്യമന്ത്രി ഗുരുവിനെതിരാണ്, ഗുരു എന്ന മഹർഷിക്കെതിരാണ് എന്നൊക്കെ വാദിക്കാൻ തുടങ്ങും ഹിന്ദുത്വ ശക്തികൾ. അപ്പോൾ അങ്ങനെയല്ല. ഇപ്പം സതീശൻ ആ മോഡറേഷനാണ് സതീശൻ നടത്തിയെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ആ മോഡറേഷൻ ശരിയാണോ തെറ്റാണോ എന്നുള്ളതൊക്കെ അത് കോൺഗ്രസിൽ തന്നെ, കോൺഗ്രസിൽ അതാ ഞാൻ നേരത്തെ പറഞ്ഞു, ഗാന്ധിയും നെഹ്റുവും പട്ടേലും അംബേദ്കറും ഒക്കെ ഏതെങ്കിലും അർത്ഥത്തിൽ കോൺഗ്രസുമായി ബന്ധപ്പെട്ട ആളുകളായിരുന്നല്ലോ. അപ്പോൾ അവർക്കൊക്കെ വ്യത്യസ്ത അഭിപ്രായം ഉണ്ടാവാം. പക്ഷെ ഒരു കാര്യത്തിൽ അഭിപ്രായ വ്യത്യാസമില്ല, ഇവരെല്ലാവരും ഹിന്ദുത്വ രാഷ്ട്രീയത്തിൻ്റെ എതിരാളികളായിരുന്നു. ഗുരുവിനെ ഹിന്ദുത്വ രാഷ്ട്രീയത്തിന് വിട്ടുകൊടുക്കാൻ പറ്റില്ല എന്നുള്ള ആ ഒരു കാര്യമാണ് മുഖ്യമന്ത്രിയിൽ നിന്ന് ഞാൻ എടുക്കുന്നത്. ശരി, ശ്രീ രാജു പി നായർ, രണ്ട് കാര്യങ്ങൾ. ഒന്ന്, ഈ വി.ഡി. സതീശനും വി. മുരളീധരനും പറഞ്ഞതല്ലേ ഒരേ കാര്യം എന്ന ആഖ്യാനത്തിന് ഇട കൊടുക്കുന്ന ഒരു സന്ദർഭമായി സതീശന്റെ പ്രതികരണം മാറിയിട്ടുണ്ടോ? രണ്ടാമത്തെ കാര്യം, ഈ സനാതന ധർമ്മവ്യവസ്ഥയുമായി ബന്ധപ്പെട്ട് ഇതുപോലെ തന്നെ പരാമർശം ഉദയനിധി സ്റ്റാലിൻ നടത്തുകയുണ്ടായി. ആ ഘട്ടത്തിൽ നിങ്ങളെപ്പറ്റി ഉയർന്ന ആക്ഷേപം, മധ്യപ്രദേശിൽ ഇന്ത്യ സഖ്യത്തിൻ്റെ റാലി നടക്കേണ്ടതായിരുന്നു, ഉദയനിധി അടക്കമുള്ളവർ അതിൽ സന്നിഹിതരാകേണ്ടതായിരുന്നു. എന്നാൽ കമൽറാമിൻ്റെ സമ്മർദ്ദത്തെ തുടർന്ന് ആ റാലി തന്നെ ഉപേക്ഷിക്കുന്ന നിലപാട് നിങ്ങൾ എടുത്തു എന്നാണ്. മധ്യപ്രദേശിൽ ജനം എന്നിട്ട് എന്താണ് വിധിച്ചത് എന്ന അനുഭവവും നിങ്ങളുടെ മുന്നിലുണ്ട്. അപ്പോൾ ഈ രണ്ടിനുമുള്ള മറുപടി. വേണു, ഞാൻ ആദ്യം സൂചിപ്പിച്ച പോലെ ഈ ഒരു വലിയ സാഗരം പോലെയുള്ളൊരു വിഷയത്തെ താൽക്കാലിക രാഷ്ട്രീയത്തിൻ്റെ പേരിൽ കൊണ്ട് കെട്ടി ചർച്ച നടത്തി കഴിഞ്ഞാൽ നമ്മൾ ഈ വിഷയത്തോട് തന്നെ ചെയ്യുന്ന ഏറ്റവും വലിയ അനീതിയായിരിക്കും. ഇവിടെ സനാതനം എന്നുള്ളത് നമ്മൾ ഉപയോഗിക്കുന്നതും BJP ഉപയോഗിക്കുന്നതും രണ്ട് കോണ്ടെക്സ്റ്റാണ്,
രണ്ട് ആംഗിളിലാണ്. അവർ സനാതനം എന്ന് പറയുന്ന ഈ ഹിന്ദുക്കളെ മുഴുവൻ, അല്ലെങ്കിൽ അത് മുഴുവൻ ഒരു അവിടെ ഹിന്ദുക്കൾ മാത്രമല്ല വിശ്വാസമില്ലാത്തവരുണ്ടായിരുന്നല്ലോ സനാതനത്തിൽ. സനാതന ധർമ്മത്തിനകത്ത് ഒട്ടേറെ ധാരകളുണ്ടായിരുന്നു. ഇപ്പോൾ ഇവിടെ വൈഷ്ണവൈറ്റുകളുണ്ടായിരുന്നു, ശൈവന്മാരുണ്ട്, അങ്ങനെ ഒട്ടേറെ ധാരകളുണ്ടായിട്ടുണ്ട്. ശ്രീനാരായണ ഗുരു സനാതനി അല്ല എന്ന് CR പറഞ്ഞതിനെ ഞാൻ മുഴുവനായിട്ട് ഞാൻ അംഗീകരിക്കാൻ തയ്യാറല്ല. കാരണം ഈ ക്ഷേത്രങ്ങൾ ഉൾപ്പെടെ ഈശ്വരാരാധന ഉൾപ്പെടെയുള്ള ആ ഒരു ധർമ്മത്തിൻ്റെ ഭാഗമായിട്ട് ശ്രീനാരായണ ഗുരു ചെയ്തത് ജാതി വ്യവസ്ഥയ്ക്ക് അതീതമായിട്ട് ഈഴവ ശിവനെ പ്രതിഷ്ഠിക്കുക ചെയ്തത്. അദ്ദേഹം അമ്പലങ്ങൾ തകർത്ത് കളയണമെന്നും വിശ്വാസം വേണ്ട എന്നും അതല്ലെങ്കിൽ അമ്പലത്തിനകത്ത് കയറ്റാത്തവർ നിങ്ങൾ എന്തിനാണ് ഹിന്ദുക്കളായിട്ട് ഇരിക്കുന്നത് എന്നും സനാതനധർമ്മത്തിൻ്റെ ഭാഗമായിട്ട് നിൽക്കുന്നതെന്നും ചോദിച്ചില്ല. അദ്ദേഹം ജാതി വ്യവസ്ഥയ്ക്കപ്പുറം ആ ഈശ്വര വിശ്വാസങ്ങളെയും ഈ പറയുന്ന എല്ലാ സനാതനധർമ്മത്തിൻ്റെയും ആ മൂല്യങ്ങളെ ഞങ്ങൾക്കും അവകാശപ്പെട്ടതാണ് എന്നുള്ള പോരാട്ടമാണ് അദ്ദേഹം നടത്തിയത്. ഇല്ലേ, ഇപ്പോൾ പൂത്തോട്ടയിലാണ് വൈക്കം സത്യാഗ്രഹത്തിന് മുൻപായിട്ട് ക്ഷേത്രപ്രവേശനം നടത്തിയത്. അപ്പോൾ ഒട്ടേറെ ചരിത്രമുണ്ട്. ആ ചരിത്രമൊക്കെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഈ ചരിത്രം ചർച്ച ചെയ്യാൻ കഴിയുന്ന രീതിയിൽ പരുവപ്പെട്ടതല്ല ഇന്നത്തെ സമൂഹം. അങ്ങനെ പരുവപ്പെട്ടതല്ലാത്ത ഒരു സമൂഹത്തിൽ ഇതെല്ലാം RSS ആണ് ഈ സനാതന ധർമ്മത്തെ ഞങ്ങളാണ് രക്ഷിക്കുന്നത് എന്ന് വരുത്തി തീർക്കാൻ വേണ്ടി നടത്തുന്ന ശ്രമമാണ്. ഇപ്പോൾ അങ്ങ് ഉദയനിധി സ്റ്റാലിൻ്റെ സ്റ്റേറ്റ്മെൻറ്റിനെ കുറിച്ച് ചോദിച്ചു. അത് തമിഴ്നാട്ടിലെ പ്രത്യേക സാഹചര്യത്തിൽ പറഞ്ഞത് എന്താ? തമിഴ്നാട്ടിൽ നമ്മളിപ്പോൾ നോക്കിയാൽ പോലും ദളിതർക്ക് ഉന്നത കുലജാതരായിട്ടുള്ള എന്ന് പറയപ്പെടുന്നത്, ഉന്നത കുലജാതർ ഞാൻ കൊട്ടേഷൻ ഇടുന്ന ആൾക്കാരുടെ കിണറിൽ നിന്ന് വെള്ളമെടുക്കാൻ അവകാശമില്ല, അവിടുത്തെ കുളത്തിൽ കുളിക്കാൻ അവകാശമില്ലാതെ അങ്ങനെയുള്ള ദളിതരെ കെട്ടിയിട്ട് മർദ്ദിക്കുകയും ചെയ്യുന്ന ഒരു സാമൂഹിക സാഹചര്യത്തിൽ നിന്ന് അദ്ദേഹം സനാതന ധർമ്മത്തെക്കുറിച്ച് വിമർശനാത്മകമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അത് നേരെ എതിര് നിൽക്കുന്നത് എന്താണെന്നറിയാമോ? ഞങ്ങൾ അധികാരത്തിൽ വന്നാൽ തന്തൈ പെരിയോറുടെ സ്റ്റാച്യു എടുത്ത് വലിച്ചെറിയും എന്ന് പറഞ്ഞ BJPയുടെ സംസ്ഥാന പ്രസിഡന്റ് അണ്ണാമലയുണ്ട്. അവിടുത്തെ സാമൂഹിക സാഹചര്യവും രാഷ്ട്രീയ സാഹചര്യവും മറ്റൊന്നായിരുന്നു. അപ്പോൾ ഓരോ സാഹചര്യത്തിൽ എങ്ങനെയാണ് അത് പ്രവർത്തിക്കുന്നത് എന്നുള്ളതിൻ്റെ അടിസ്ഥാനത്തിലാണ് വിമർശനങ്ങളും അംഗീകാരങ്ങളും വരുന്നത്. ആ വിമർശനങ്ങളെ ഇവിടെ ഇന്നത്തെ ഒരു ഇന്ത്യയിൽ ഒരു കഴിഞ്ഞ 10 വർഷത്തെ നരേന്ദ്രമോദിയുടെ ഭരണം വന്നതിനു ശേഷമുള്ള ഇന്ത്യയിൽ അതിനെ മുഴുവൻ ഒരു RSS വൽക്കരണത്തിൻ്റെ ഭാഗമായിട്ട് പോകുന്നുണ്ട്. ആ RSS വൽക്കരണത്തിൻ്റെ ഭാഗമായിട്ട് ഈ പറയുന്ന സനാതന ധർമ്മത്തിൻ്റെ മുഴുവൻ രക്ഷകർ ഞങ്ങളാണെന്ന് വരുത്തി തീർക്കാൻ ശ്രമിക്കുന്ന ഒരു രാഷ്ട്രീയ നറേറ്റീവിന് നമ്മളായിട്ട് നിന്നുകൊണ്ട് അതിനെ അംഗീകരിക്കുന്ന രീതിയിലുള്ള പ്രസ്താവനകൾ പാടില്ല. അതാണ് പറഞ്ഞത്. സനാതന ധർമ്മത്തെ മുഴുവനായിട്ട് അക്കാഡമിക്കലായിട്ട് ചർച്ച ചെയ്യണോ? ചെയ്യാം. അതിനകത്ത് വർണ്ണവ്യവസ്ഥയെ സംബന്ധിച്ച് പ്രശ്നങ്ങളുണ്ട്, ഭരണത്തെ സംബന്ധിച്ചിട്ടുള്ള പ്രശ്നങ്ങളുണ്ട്, ഒട്ടേറെ മനുഷ്യാവകാശ ലംഘനങ്ങൾ നടന്നിട്ടുണ്ട്. അതിനെയെല്ലാം അതേ സമൂഹം തന്നെ, ഞാൻ പറഞ്ഞല്ലോ, ആ സമൂഹം അംഗീകരിച്ച് ഈ സതി നിരോധിച്ചപ്പോൾ 70,000 സ്ത്രീകൾ തെരുവിൽ പ്രകടനം നടത്തി എന്നാണ് പറയപ്പെടുന്നത്. അപ്പം അത്തരത്തിൽ വലിയ മാറ്റങ്ങളെല്ലാം ആ സനാതന ധർമ്മ വ്യവസ്ഥയിൽ ഉണ്ടായിട്ടുണ്ട്. അതിനകത്ത് ഏതെങ്കിലും ഒന്നിനെ മാത്രം എടുത്തുകൊണ്ട് ആ സനാതന ധർമ്മം മുഴുവൻ എതിർക്കപ്പെടേണ്ടതാണ് എന്ന് പറഞ്ഞാൽ നമ്മൾ നമ്മുടെ ചരിത്രത്തോടും നമ്മുടെ സംസ്കാരത്തോടും 100% നീതി പുലർത്തുന്നതല്ല. അതിനകത്തുള്ള പ്രധാനപ്പെട്ട അല്ലെങ്കിൽ ഗുണപരമായിട്ടുള്ള കാര്യങ്ങൾ എന്നും അത് ഗാന്ധിജി ആണെങ്കിലും മറ്റെല്ലാവരും ആണെങ്കിലും അത് അംഗീകരിച്ചിട്ടുള്ള സ്വായത്തവും ആക്കിയിട്ടുള്ളതാണ്. അത് ഈ രാജ്യം ഇന്നും ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. പക്ഷെ അതിനെ ഒരു വർഗീയ വിഷമാക്കി, വർഗീയതയുടെ ഭാഗമാക്കി, ജാതീയത കൊണ്ടുവന്നുകൊണ്ട് ഒരു വർഗീയ രീതിയിൽ അത് ഉപയോഗിക്കപ്പെടുമ്പോൾ അതിനെ എതിർക്കുക എന്നാണ് പരമപ്രധാനമായിട്ടുള്ളത്. ആ പരമപ്രധാനമായി എതിർക്കുന്ന സാഹചര്യത്തിൽ നമ്മൾ ഉപയോഗിക്കുന്ന വാക്കുകൾക്ക് വലിയ രീതിയിൽ അത് ട്വിസ്റ്റ് ചെയ്യപ്പെടാനുള്ള സാഹചര്യങ്ങളുണ്ട് എന്നുള്ളത് അത് വലിയ രീതിയിൽ നമുക്കെതിരെ ഉപയോഗിക്കപ്പെടാൻ സാഹചര്യമുണ്ടെന്നുള്ളത് നമ്മൾ ശ്രദ്ധിച്ചു വേണം അഭിപ്രായം പറയാൻ എന്നുള്ള നിർദ്ദേശം പ്രതിപക്ഷ നേതാവ് മുന്നോട്ട് വെച്ചിട്ടുണ്ട്. അവിടെ ഒരു കൺഫ്യൂഷൻ്റെയും പ്രശ്നമില്ല. ഞാൻ പറഞ്ഞില്ല, ഇവിടെ നേരത്തെ സൂചിപ്പിച്ച പോലെ ഈ പറയുന്ന കാര്യങ്ങളെ മുഴുവൻ ഇന്നത്തെ പശ്ചാത്തലത്തിൽ ഒരു ശിവഗിരിയുടെ വേദിയിൽ നിന്ന് അത് പറയുമ്പോൾ ഇന്ന് ഈഴവ സമുദായത്തിൽ വരെ BJP പിടിമുറുക്കാൻ വലിയ രീതിയിലുള്ള പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ ആ പറയുന്നതിനെ ലാഘവത്തോടു കൂടിയല്ല അതെടുക്കുക എന്നുള്ളതും ദേശീയ തലത്തിൽ തന്നെ ഈ BJPയുടെ ദേശീയ നേതാക്കന്മാർ പോലും അതിനെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഒരു BJPക്ക് അനുകൂലമായ രാഷ്ട്രീയ സാഹചര്യം ഉണ്ടാക്കാൻ ശ്രമിക്കുന്നതും കാണാതെ പോകരുത്. അതാണ് ഇതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട രാഷ്ട്രീയമായിട്ടുള്ള പ്രശ്നം. മറ്റ് അക്കാഡമിക് ആണെങ്കിൽ, സനാതന ധർമ്മത്തെക്കുറിച്ചുള്ള ചർച്ചയാണെങ്കിൽ അത് ഇങ്ങനെയൊന്നും ചർച്ച ചെയ്ത് നടക്കുന്ന കാര്യങ്ങളല്ല. അതിലെവിടെയെങ്കിലും ഒന്നിനെടുത്തുകൊണ്ട് അത് ആരെതിരാണ് ആരനുകൂലമാണ് എന്ന് നോക്കിയാൽ അത് തീരുമാനിക്കപ്പെടാനും കഴിയുന്ന ഒരു വിഷയമല്ല. ശരി, ശ്രീ ഫക്രുദ്ദീൻ അലി, ഇവിടെ ഇപ്പോൾ
ഇതിൻ്റെ ദാർശനിക തലമുണ്ട്, ഇതിൻ്റെ ഒരു ധൈഷണിക തലമുണ്ട്. നമുക്കത് ചെറിയ രൂപത്തിൽ ഇപ്പോൾ സംസാരിച്ച് തീർക്കാൻ കഴിയുന്നതല്ല. പക്ഷേ ആ ആപത്ത് മുന്നിൽ കണ്ടുകൊണ്ട് വേണം ഇത്തരം കാര്യങ്ങളിൽ പ്രതികരിക്കാൻ, വളരെ ശ്രദ്ധയോടെ പ്രതികരിക്കാൻ. ഇങ്ങനെയൊക്കെയാണ് നിങ്ങളെല്ലാവരും പറയുന്നത്, ഫക്രുദ്ദീൻ ആയാലും ഈ പറയുന്ന രാജു ആയാലും ഒക്കെ. പക്ഷേ നമ്മുടെ മുന്നിലുള്ള യാഥാർത്ഥ്യം എന്ന് പറയുന്നത് രാഷ്ട്രീയ യാഥാർത്ഥ്യമാണ്, അല്ലേ? അതിലൂന്നി നിന്നുകൊണ്ടാണ് മുഖ്യമന്ത്രിയുടെ പ്രതികരണം നടന്നിട്ടുള്ളതും. അതാണ് അതിനെ പ്രസക്തമാക്കുന്നതും. എന്താണ് ആ രാഷ്ട്രീയ യാഥാർത്ഥ്യം? അത് ബേബി ആ തിരുവനന്തപുരത്ത് ജില്ലാ സമ്മേളനത്തിൽ ഈ പ്രതിനിധികളെ സംബോധന ചെയ്തുകൊണ്ട് സംസാരിക്കുമ്പോൾ പറയുകയുണ്ടായി, നമ്മുടെ ഈ ജില്ലയിൽ 2 മണ്ഡലങ്ങളിൽ എങ്ങനെയാണ് വർഗീയ ശക്തികൾ വളർന്നുകൊണ്ടിരിക്കുന്നത് എന്നത് പരിശോധിക്കേണ്ടതുണ്ട് എന്നു മാത്രവുമല്ല, നമ്മുടെ പരിചയക്കാരിൽ, നമ്മുടെ കുടുംബത്തിനകത്ത് തന്നെ ഇത്തരം പ്രവണതകൾ നുഴഞ്ഞു കയറിയിട്ടുണ്ടോ എന്നത് പരിശോധിക്കണം. ബേബി പറയുന്നതാണ്. ഇനി ഈ പറയുന്ന ശിവഗിരി ഇത്ര അർത്ഥവത്തായ സംവാദങ്ങളുടെ ശിവഗിരി കുന്നുകളാണ് എന്ന് പറയാൻ കഴിയുന്നതല്ല അവിടുത്തെ ജനവിധിയുടെ ഇപ്പോൾ കാണുന്ന സ്വഭാവം നൽകുന്ന സൂചനകൾ. ഇതൊക്കെ മുന്നിൽ കൊണ്ടുകൊണ്ട് ഈ കാര്യത്തിൽ ഒരു പ്രതികരണം നടത്തുമ്പോൾ അതിൻ്റെ ദാർശനിക തലം, അത് വിശാലാർത്ഥത്തിൽ പരിശോധിക്കുമ്പോൾ നാം പുലർത്തേണ്ട സൂക്ഷ്മത, അതൊക്കെയാണോ അടിയന്തര പ്രസക്തിയുള്ളത്? അല്ല, ഇതിൻ്റെ ഒരു കാര്യം എന്ന് വെച്ചാൽ ഇതെല്ലാം ഇരുതല മൂർച്ചയുള്ള കത്തിയാണ്. അപ്പം മുഖ്യമന്ത്രിയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ആഫ്റ്റർ ഓൾ ഒരു പൊളിറ്റീഷ്യൻ കൂടിയാണ്. അപ്പം വേണു പറഞ്ഞ പോലെ പൊളിറ്റിക്കലായിട്ടുള്ള കാര്യങ്ങൾ കൂടുതൽ അഡ്രസ്സ് ചെയ്യുന്ന രീതിയിലാണ് അദ്ദേഹം സംസാരിച്ചത്. അദ്ദേഹം പ്രതിദാനം ചെയ്യുന്ന പൊളിറ്റിക്കൽ ധാര വെച്ചിട്ടും, അല്ലെങ്കിൽ ഒരു റൈറ്റ് അല്ലാത്ത, സെൻറ്റർ റൈറ്റോ ഫാർ റൈറ്റോ അല്ലാത്ത, സെൻട്രൽ ലെഫ്റ്റും ആയിട്ടുള്ള പൊളിറ്റിക്കൽ ധാരയുടെ വ്യൂപോയിന്റിനനുസരിച്ച് അത് വളരെ കൃത്യവുമാണ്. പക്ഷേ ഇതിൻ്റെ ഒരു പ്രോബ്ലം വരുന്നത് എന്താണെന്ന് വെച്ചാൽ, എന്തുകൊണ്ട് ഏതെല്ലാം രീതിയിലാണ് ഈ വർഗീയ ശക്തികൾ ഇവിടെ വളർന്നത്? നിങ്ങൾ നോക്കൂ, 47 സ്വാതന്ത്ര്യം കിട്ടി മഹാത്മാഗാന്ധിയുടെ പദം നടന്നു. മഹാത്മാഗാന്ധിയെ കൊന്ന RSSകാരാണ് എന്ന് പറയുന്നത് ശരിയല്ല. ഹിന്ദു മഹാസഭക്കാരനാണ്. അതായത് അയാൾ 34 മറ്റേ RSS വിട്ടാന്നാണ് തനികാ സർക്കാർ അവരുടെ കാക്കി ട്രൗസേഴ്സ് എന്ന പുസ്തകത്തിൽ 34 വയസ്സിൽ RSSന് രാഷ്ട്രീയം പോരാന്ന് പറഞ്ഞുകൊണ്ട്. അതായത് ഹിന്ദു മഹാസഭക്കാരനായിരുന്നു. പക്ഷേ എങ്കിലും അതിൻ്റെ ഒരു മൊത്തം വില കൊടുക്കേണ്ടി വന്നത് അന്നൊക്കെ ഉത്തരേന്ത്യയിൽ വളരെ ആ കലാപത്തിൻ്റെയും വിഭജനത്തിൻ്റെയൊക്കെ ഭാഗമായിട്ട് വലിയ ഒരു ശക്തിപ്രകടനം നടത്താൻ ശേഷി ഉണ്ടായിരുന്ന ഹിന്ദുത്വ ശക്തികൾക്കാണ്. അവർക്ക് വലിയ വില കൊടുക്കേണ്ടി വന്നു. അതായത് ഇന്ത്യൻ ജനത അതിനെ തടഞ്ഞു നിർത്തി. ആ തടഞ്ഞു നിർത്തിയ ആ ഒരു സംഘടന എന്ന് വെച്ചാൽ, ഞാൻ പറഞ്ഞു വന്ന ഹിന്ദുത്വവാദികളെ, അവർ ഇന്ന് ഇന്ത്യയുടെ കേന്ദ്രത്തിലെ ഏറ്റവും വലിയ ശക്തിയല്ല, ദേശീയ തലത്തിൽ ഏറ്റവും വലിയ പാർട്ടി, അല്ലെങ്കിൽ ലോകത്തെ ഏറ്റവും വലിയ പാർട്ടിയായി മാറുന്നതിന് ആരെ പ്രധാനപ്പെട്ട കാരണം, ഇന്ത്യൻ ജനത 80കൾ വരെ അവരെ തടഞ്ഞു നിർത്തി. പക്ഷേ നമ്മൾ ഈ പറയുന്ന സെക്യുലർ ഭരണകൂടങ്ങൾക്ക് വന്ന വീഴ്ചയാണ്. പല ഘട്ടത്തിലും മറ്റ് വിഭാഗങ്ങളിലെയും അതേപോലെ തന്നെ ഈ ഹിന്ദുത്വവാദികളുടെയും ഫാർ റൈറ്റ് എലമെൻറ്റുകളുമായിട്ട് ഇലക്ഷൻ്റെ വിജയത്തിന് വേണ്ടി ഇവർ കോംപ്രമൈസ് ചെയ്തു. ഇത് ഞാൻ പറഞ്ഞാൽ EPW പോലെയുള്ള വേണുകൂടി വായിക്കുന്ന മാസികകളാണല്ലോ. ഇതിലെല്ലാം കൃത്യമായ പഠനങ്ങൾ വന്നിട്ടുണ്ട്. ഷബാനു കേസ് ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ. അല്ലാതെ അയോധ്യയിലൂടെ നല്ലവർ വളർന്നത് ഷബാനു കേസാണ് ഇവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. പിന്നെ വേറെ ചില കാര്യങ്ങളിൽ ഞാൻ കൂടുതൽ കമ്മ്യൂണിസ്റ്റ് സ്പർദ്ധയിലേക്ക് പോകാത്ത ഞാൻ ഓരോ വിഷയങ്ങൾ എക്സാമ്പിൾ പറയുന്നില്ല. പല സമയത്ത് ഈ സെക്യുലർ പാർട്ടികൾ എടുത്തുള്ള നിലപാടുകളിലൂടെയാണ്. ഇപ്പം നിങ്ങൾ നോക്കൂ, ഈ മദിനിക്ക് ശേഷമാണ് കേരളത്തിൽ ഈ രീതിയിലുള്ള അബ്സർജൻസ് വന്നത്. പിന്നെ ചില മണ്ഡലങ്ങളിൽ ജാതിയും മതവും മാത്രം നോക്കി സ്ഥാനാർത്ഥികൾ നിർത്തി അവസ്ഥ വന്നപ്പോൾ അത് അവരെ എൻകാഷ് ചെയ്തു. അപ്പം നമ്മൾ ശരിയാണ്, പൊളിറ്റിക്കലായിട്ടുള്ള കാര്യമാണ് അഡ്രസ്സ് ചെയ്യേണ്ടത് എന്ന് പറയുമ്പോഴും അങ്ങനെ ചെയ്യേണ്ടവർ എല്ലാ സമയത്തും ഇതല്ല ചെയ്തത്. അവരുടെ ചെയ്തികൾ ഇവിടെ ഈ പറയുന്ന ഫാർ റൈറ്റിൻ്റെ വളർച്ചയ്ക്ക് കാരണമായി. അതാണല്ലോ പ്രശ്നം. ഇനി 1, 2, ഇനി ഈ സെക്യുലർ പാർട്ടിയിലുള്ള ഹിന്ദുക്കളാണെങ്കിലോ, അവർ ഈ പറയുന്ന നമ്മളെ ഈ വലിയ രീതിയിലുള്ള ഡിസ്കോഴ്സ് എന്ന് പറഞ്ഞാൽ അങ്ങനെ മനസ്സിലാകുന്ന ആളുകൾ അല്ല. അവരെ സംബന്ധിച്ചിടത്തോളം നാരായണ ഗുരു ഒരു ഹിന്ദുവാണ്. അദ്ദേഹം പറഞ്ഞ പല കാര്യങ്ങളും ഈ പറയുന്ന ഏകദൈവ അദ്വൈത സിദ്ധാന്തവുമായിട്ട് ബന്ധപ്പെട്ടതാണ്. അദ്വൈത സിദ്ധാന്തത്തിൻ്റെ വേരുകൾ എവിടെയാണ്? വേദങ്ങളിലാണ്. വേദങ്ങൾക്ക് ശേഷം അത് കൃത്യമായി പറഞ്ഞത് എവിടെയാണ്? വേദകാലഘട്ടത്തിൻ്റെ അവസാനമുണ്ടായ ഉപനിഷത്തുകളിലാണ് വളരെ കൃത്യമായി പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ സനാതന മൂല്യങ്ങളുടെ ഒരു ഫിലോസഫിക്കൽ തലമാണ് ഗുരു വെച്ചത്. അതിനുശേഷം വലിയ കാലഘട്ടത്തിന് ശേഷം ഇതേ സനാതന സംസ്കാരത്തിൽ വന്ന ജാതി വ്യവസ്ഥയും മറ്റു പ്രശ്നങ്ങളെ അദ്ദേഹം തള്ളിക്കളയുകയും ചെയ്തു. അതായത് അദ്ദേഹം ഒരു വീണ്ടെടുപ്പ് നടത്തുകയായിരുന്നു. ഈ പറയുന്ന സനാതന സങ്കല്പത്തിൽ അടിഞ്ഞുകൂടിയിട്ടിരുന്ന പല മാലിന്യങ്ങളെ അടിച്ചു കളഞ്ഞ് അതിൻ്റെ അവസാനം കിടക്കുന്ന മനുഷ്യൻ എന്നുള്ള സങ്കല്പവും അത് ഭാരത ഉപഭൂഖണ്ഡവുമായിട്ട് ബന്ധപ്പെട്ട് വന്ന ആ ഫിലോസഫിക്കൽ തലത്തെ അദ്ദേഹം വീണ്ടെടുക്കുകയായിരുന്നു. അല്ലാതെ പിന്നെ അടുത്ത കാര്യം, ഈ ഭരണഘടനയെ പറഞ്ഞിട്ടില്ല. ഭരണഘടനയിൽ സനാതനം വേണ്ടാന്ന് പറഞ്ഞിട്ടുണ്ടോ? ഭാരതീയ മൂല്യങ്ങളെ ഉയർത്തിപ്പിടിക്കാൻ പല തലത്തും മറ്റേ ഈ നിർദ്ദേശതത്വങ്ങൾ പറയുന്നുണ്ടല്ലോ. ഗോവധം നിരോധിക്കേണ്ടെന്ന് പറയുന്ന പോലെ, അത് കൃഷിയുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് ഗോവധം നിരോധിക്കണമെന്ന് പറയുന്ന പോലെ, അതുപോലെ തന്നെ സോഷ്യലിസം കൊണ്ടുവരണം എന്ന് പറയുന്ന പോലെ, ഭൂപരിഷ്കരണം കൊണ്ടുവരണം എന്ന് പറയുന്ന പോലെ ഭാരതീയ മൂല്യങ്ങളെ പറ്റിയും പറയുന്നുണ്ട്. അപ്പോൾ ഓരോ രാജ്യത്തിനും അവരുടേതായ ഒരു സാംസ്കാരിക തലമുണ്ട്. ആ സാംസ്കാരിക തലത്തെ ഏതെങ്കിലും ഒരു
ഫാർ റൈറ്റ് പ്രസ്ഥാനത്തെ പേടിച്ച് നമ്മൾ പൂർണ്ണമായിട്ട് അങ്ങ് ഉപേക്ഷിച്ച് കഴിഞ്ഞാൽ നമ്മൾ വേരുകളില്ലാത്ത പൊങ്ങുതടികളാവും. ആ പൊങ്ങുതടികളെ ആർക്കും എൻഗാഷ് ചെയ്യാൻ പറ്റുന്ന അതിഭീകരമായ ഒരു അവസ്ഥയിലേക്ക് പോകും. ഇതും കൂടി മനസ്സിലാക്കാനുള്ള ഉത്തരവാദിത്വം നമ്മുടെ നാട്ടിൽ നമ്മളെ നയിക്കുന്ന, നമ്മുടെ ഭാഗതയങ്ങളെ നമുക്ക് ഇഷ്ടമുണ്ടെങ്കിലും ഇല്ലെങ്കിലും നിർണ്ണയിക്കുന്ന രാഷ്ട്രീയക്കാർക്ക് കൂടിയുണ്ട്. അത് എല്ലാ സെക്യുലർ പാർട്ടികൾക്കും ഉണ്ട്. അങ്ങനെ ശരി ശരി ശ്രീ കെ ഗണേഷും ഇപ്പോൾ ഈ ചർച്ചയുടെ ഭാഗമാകുകയാണ്. ഗണേഷ്, ഈ മുഖ്യമന്ത്രി ഇന്നും പറയുകയാണ് ആ നിലപാടിൽ അദ്ദേഹം ഉറച്ചു നിൽക്കുക തന്നെ ചെയ്യുന്നു എന്ന്. അങ്ങയുടെ മറുപടി എന്താണ്? പിണറായി വിജയൻ, നമുക്കറിയാം പിണറായി വിജയൻ ഈ ശബരിമല സമരം നടന്ന സമയത്തും ഇതേപോലെ തന്നെയായിരുന്നു. എന്താ പറയുക, ഒരു നവോത്ഥാന നായകനാവാനുള്ള ശ്രമം അദ്ദേഹത്തിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുണ്ടായിരുന്നു. അദ്ദേഹം അതിനുശേഷം എന്താണ് സംഭവിച്ചത്? ഇരുട്ടിൻ്റെ മറവിൽ അവിടെ സ്ത്രീകളെ കയറ്റുകയും അതേപോലെ തന്നെ അവിടുത്തെ എന്താ പറയുക, പിന്നീട് അത് CPM നേതാക്കന്മാർ തന്നെ തള്ളിപ്പറയുന്ന സാഹചര്യങ്ങളും ഒക്കെ ഉണ്ടായിട്ടുണ്ട്. അതേപോലെ തന്നെയാണ് ഒരു ഇഴവ സമൂഹത്തെ അവർ ഹിന്ദു സമൂഹമല്ല എന്ന് പറഞ്ഞ് അവരെ എന്താ പറയുക വിഘടിപ്പിച്ച് നിർത്തുവാനുള്ള ഒരു ശ്രമം അത് പിണറായി വിജയൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായി എന്ന്, ഒരു CPM നേതാവായിട്ടുള്ള പിണറായി വിജയൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായി എന്നത് ഒരു പ്രതിഷേധാർഹമല്ല. പക്ഷേ ഒരു കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയായിരിക്കുന്ന ഒരാളുടെ ഭാഗത്തു നിന്നും അങ്ങനെ ഉണ്ടാവുക എന്ന് പറയുന്നത് അതൊരു പ്രതിഷേധാർഹമായ കാര്യം തന്നെയാണ്. കാരണം എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ, കാരണം നിങ്ങൾ ആലോചിച്ചു, ഒരു ഹിന്ദു സമൂഹത്തെ മാത്രം എന്തുകൊണ്ടാണ് ഇത്തരത്തിൽ അവഹേളിച്ചുകൊണ്ടിരിക്കുന്നത്? ഹിന്ദു സമൂഹത്തെ മാത്രം ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്തുകൊണ്ടാണ് പിണറായി വിജയൻ ഇവിടുത്തെ ഇസ്ലാം മതത്തെയോ ക്രിസ്ത്യൻ മതത്തെയോ അല്ലെങ്കിൽ മറ്റേതെങ്കിലോ ന്യൂനപക്ഷ സമൂഹത്തെയോ കുറിച്ച് പറയാത്തത്? അതാണ് ഇവിടുത്തെ പ്രശ്നം. ഗണേഷ് അങ്ങ് തുടർന്നോളൂ. പക്ഷേ ഇപ്പോൾ നിങ്ങളുടെ സ്ഥിരം വാദഗതിയാണിത്. അതിപ്പോൾ ഷഹസാദ് പൂനാവാല ആയാലും കെ ഗണേഷ് ആയാലും ഒക്കെ പറയുന്ന വാദഗതിയാണിത്. ഇപ്പോൾ പ്രവാചകന്റെ മുടി, പ്രവാചകന്റെ നഖം, ഇതെല്ലാം എന്താണ് ഈ കേശവ് വിവാദവുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രി പറഞ്ഞിട്ടുള്ളത്? പിണറായി വിജയൻ അന്ന് പാർട്ടി സെക്രട്ടറി ആയിരിക്കുമ്പോൾ പറഞ്ഞിട്ടുള്ളത് ബോഡി വേസ്റ്റ് എന്നാണ്, അല്ലേ? ഇനി ഈ ബിഷപ്പുമായി ബന്ധപ്പെട്ട് മത്തായി ചാക്കോയെ പറ്റി തെറ്റായ ഒരു പ്രതികരണം നടത്തിയെന്നറിയുമ്പോൾ അതേപ്പറ്റിയുള്ള അദ്ദേഹത്തിൻ്റെ മറുപടി എന്തായിരുന്നു? നികൃഷ്ടജീവി എന്നായിരുന്നു. അതിൽ നിന്ന് ഒരിടത്തും പിന്നോട്ട് പോയിട്ടുമില്ല പിണറായി എന്ന് മാത്രമല്ല, ഇതിനകത്ത് ഏത് മതം തൊടാം, ആ മതത്തെ പറ്റി പറയാം എന്ന നിലപാടുമല്ല അദ്ദേഹത്തിനുണ്ടായിരുന്നത്. അതല്ല, അദ്ദേഹം ഈ ബോഡി വേസ്റ്റ് എന്ന് പറഞ്ഞ ആ പള്ളി ആരാ ഉദ്ഘാടനം ചെയ്തത്? ആ സ്ഥലത്ത് പരിപാടി ഇതേ പിണറായി വിജയൻ തന്നെ ആയിരുന്നില്ലേ? ഇതേ പിണറായി വിജയൻ തന്നെ പോയിട്ടാണ് അവിടെ പോയിട്ട് ഉദ്ഘാടനം ചെയ്തത്. ഞാൻ അതിലേക്ക് തന്നെ വരുന്നത്. ഇപ്പോൾ ഏറ്റവും അവസാനം നിങ്ങൾ ആലോചിച്ച് നോക്കൂ, വയനാട്ടിൽ ഒരു CPM നേതാവായിട്ടുള്ള പോളിറ്റ് ബ്യൂറോ മെമ്പർ വയനാട്ടിലെ രാഹുൽ ഗാന്ധിയുടെയും അതേപോലെ തന്നെ രാഹുൽ ഗാന്ധിയുടെ സഹോദരിയുടെ പ്രിയങ്ക ഗാന്ധിയുടെയും വിജയം അത് ഒരു ചില തീവ്ര മതസംഘടനകളുടെ അവരുടെ ഇടപെടൽ കൊണ്ടാണ്, അവരാണ് അവരെ ജയിപ്പിച്ചെടുത്തത് എന്ന തരത്തിലുള്ള പ്രസ്താവന വരികയും അതിനെക്കുറിച്ചുള്ള കോലാഹലങ്ങൾ ഉണ്ടാവുകയും ചെയ്തു. ആ സമയത്ത് ഇവിടുത്തെ കോൺഗ്രസിന്റെ ഏതെങ്കിലും നേതാക്കന്മാർ അതിനെ പിന്തുണയ്ക്കാനുണ്ടായിരുന്നോ? ഇല്ല. പക്ഷെ മറിച്ച് നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഇവിടെ സനാതന ധർമ്മത്തെക്കുറിച്ചും ഹിന്ദു സമൂഹത്തെക്കുറിച്ച് പറയുന്ന സമയത്ത് അതിനെ കോൺഗ്രസ്സുകാരായിട്ടുള്ള ആളുകൾ തന്നെ അതിനെ പിന്തുണയ്ക്കാൻ എത്തുന്ന സാഹചര്യം ഈ കേരളത്തിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. ഇതാണ് ഞങ്ങൾ പറയുന്നത്. ഹിന്ദു ധർമ്മത്തെ എന്താ പറയുക, അവരൊരിക്കലും ഒരു വോട്ട് ബാങ്ക് ആവരുത്, അവരൊരിക്കലും സംഘടിക്കരുത്, അവരൊരു വോട്ട് ബാങ്ക് ആയിട്ട് ഈ കേരള സമൂഹത്തിൽ. കാരണം അവരെ പേടിപ്പെടുത്തുന്നത് എന്താണെന്ന് വെച്ചാൽ, കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 20% BJP വളർന്നെത്തിയിരിക്കുന്നു. ഒരു സെക്കൻഡ് ഗണേഷേ, അങ്ങ് പറയുകയുണ്ടായല്ലോ ഇപ്പോൾ കോൺഗ്രസ്സുകാർ ഈ കാര്യത്തിൽ അഭിപ്രായം പറയുന്നില്ല എന്ന്, അല്ലേ? സതീശന്റെ പ്രതികരണം അങ്ങ് കേട്ടോ എന്ന് എനിക്കറിയില്ല, അല്ലെങ്കിൽ അങ്ങ് ഇങ്ങനെ പറയുമായിരുന്നില്ല. ഇതേ വേദിയിൽ തന്നെ അദ്ദേഹം പ്രസംഗിച്ചതാണ്. ഞാൻ മുഖ്യമന്ത്രിയോട് വിയോജിപ്പ് പ്രകടിപ്പിക്കുകയാണ്. ശിവഗിരി കുന്നുകൾ സംവാദത്തിൻ്റെ കൂടെ സ്ഥലമാണ്. വ്യത്യസ്തമായ അഭിപ്രായങ്ങൾ ഉണ്ടാകാം. സനാതനധർമ്മം എങ്ങനെയാണ് വർണ്ണാശ്രമത്തിൻ്റെയും ചാതുർവർണ്ണത്തിൻ്റെയും ഭാഗമാകുന്നത് എനിക്ക് മനസ്സിലാകുന്നില്ല. അതുകൊണ്ട് സനാതനധർമ്മം മുഴുവൻ പറഞ്ഞു വന്ന് ഒരു വിഭാഗം ആളുകളുടെ അവകാശമായി ചാർത്തി കൊടുക്കുകയാണ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ചെയ്തത്. അത് അവർക്ക് അവകാശപ്പെട്ടതല്ല, മുഖ്യമന്ത്രി ഉദ്ദേശിച്ച ആ ആളുകൾക്ക് അവകാശപ്പെട്ടതല്ല സനാതനധർമ്മം ഈ രാജ്യത്തിലെ മുഴുവൻ ആളുകളുടെയും പാരമ്പര്യവും പൈതൃകവുമാണ് എന്ന് നമ്മൾ തിരിച്ചറിയണം. ഇവിടെ ഇപ്പം നിങ്ങളോട് വിയോജിക്കുന്നില്ലല്ലോ സതീശൻ? അല്ല, ഇവിടെ ഒരു നമ്മുടെ KPCC പ്രസിഡന്റിന്റെ പ്രസ്താവന ഞാൻ കണ്ടു. അത് ശരിയാണ്. അല്ല, ഞാൻ KPCC പ്രസിഡന്റിന്റെ ഒരു പ്രസ്താവന കണ്ടു. അത് ഞാൻ പറഞ്ഞത് KPCC പ്രസിഡന്റിന്റെ പ്രസ്താവനയാണ്. എത്ര പെട്ടെന്നാണ് KPCC പ്രസിഡന്റ് ഒന്നാവുന്നത് ഇവരായിട്ട്? അതാ ഞാൻ പറഞ്ഞത്, എത്ര പെട്ടെന്നാണ് ഒന്നാവുന്നത്? എന്തുകൊണ്ടാണ് ഞാൻ ചോദിക്കുന്നത്, എന്തുകൊണ്ടാണ് ഈ സമൂഹത്തെ മാത്രം ഇത്തരത്തിൽ ആക്ഷേപിച്ചുകൊണ്ടിരിക്കുന്നത്, അവരുടെ വിശ്വാസങ്ങളെ ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുന്നത്, അവരുടെ വിശ്വാസങ്ങളെ എന്താ പറയുക, ഇരുട്ടിൻ്റെ മറവിൽ സ്ത്രീകളെ കയറ്റിക്കൊണ്ടുപോകുന്ന ശബരിമല ഉൾപ്പെടെയാണെങ്കിലും സ്ഥലങ്ങളാണെങ്കിലും ശിവഗിരിയാണെങ്കിലും എപ്പോഴും ഒരു വിവാദ കേന്ദ്രമാക്കി നിർത്തുവാൻ എന്തുകൊണ്ടാണ് ഇവർ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്? ഇതാണ് ഞങ്ങൾ ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ സമൂഹം, ഹിന്ദു സമൂഹം ഒരിക്കലും സംഘടിക്കരുത്.
ഹിന്ദു സമൂഹം സംഘടിക്കുന്നത് അവർ പേടിക്കുന്നുണ്ട്, അവർ വോട്ട് ബാങ്ക് ആവുന്നത് പേടിക്കുന്നുണ്ട്, അവരൊരു വോട്ട് ബാങ്കായി വളരുന്നു. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഉണ്ടായത് അതാണ്. അവർ 20% ആ വോട്ട് ബാങ്ക് ഉയർന്നത് BJPക്ക് ഗുണമായി. ഇതാണ് അവരെ പേടിപ്പെടുത്തുന്നത്. അപ്പോൾ ഹിന്ദു സമൂഹത്തെ നശിപ്പിക്കുക, അവരുടെ വിശ്വാസങ്ങളെ നശിപ്പിക്കുക, അവരുടെ ആചാരങ്ങളെ നശിപ്പിക്കുക എന്ന തരത്തിലേക്ക് ഇവർ മാറിക്കൊണ്ടിരിക്കുന്നു. അതിനവർക്ക് വലിയ തോതിൽ പിന്തുണ കിട്ടുന്നു. മറിച്ച് വയനാടിനെ കുറിച്ച് പറയുന്ന സമയത്ത് അവരെല്ലാവരും ഒറ്റക്കെട്ടായിട്ട് നിന്നിട്ട് എന്താ പറയുന്നത്, തിരിച്ചു പറയുന്നത്. അപ്പോൾ അവിടെ പ്രശ്നം വരുന്നു. അപ്പോൾ ഞാനത് പറഞ്ഞു, ചില സമൂഹത്തെ അവർ ഒന്നും തൊടുന്നില്ല, അവർ പേടിക്കുന്നു. ഞാൻ നേരത്തെ പറഞ്ഞതാ, ബോഡി വേസ്റ്റ് എന്ന് പറഞ്ഞ പള്ളിയിൽ പോയിട്ട് ആ പള്ളി ഉദ്ഘാടനം ചെയ്യാനുണ്ടായിരുന്നത് ഇതേ പിണറായി വിജയൻ തന്നെയാണ് എന്നതാണ് ഞാൻ പറഞ്ഞത്. കോഴിക്കോട് അങ്ങേക്കാണ് കൂടുതൽ നന്നായി അറിയുന്നത്. ഈ സിറ്റിയും, എന്താണ് ആ സിറ്റിയുടെ പേര്, ആ സിറ്റിയും ആ പള്ളിയൊക്കെ വന്നോ? അവിടെ നോളജ് സിറ്റിയും പള്ളിയൊക്കെ വന്നോ? നോളജ് സിറ്റി ഉദ്ഘാടനം ചെയ്താരാ? അല്ല, പള്ളി വന്നോ? നോളജ് സിറ്റി എന്റെ ചോദ്യത്തിന് മറുപടി പള്ളി വന്നോ? ചോദിക്കുന്നത് പള്ളി വന്നോ? ഈ നോളജ് സിറ്റിനുള്ളിൽ പള്ളി വന്നോ? ഞാൻ ചോദിക്കുന്നത് പള്ളി വന്നോ? നേരത്തെ ഗണേഷ് പറഞ്ഞത് പള്ളി ഉദ്ഘാടനം ചെയ്തു എന്നാണ്. പള്ളി വന്നോ? നോളജ് സിറ്റി എന്ന് പറയുന്നത് ഗണേഷ് പള്ളി വന്നോ? ഞാൻ പറയട്ടെ സാർ, ഗണേഷ് പള്ളി പറയട്ടെ, ഒരു പള്ളി ഉദ്ഘാടനം ചെയ്യുന്നത് അവരുടെ വിശ്വാസങ്ങളെ കുറിച്ച് എനിക്ക് അത്ര ധാരണയില്ല. പക്ഷേ ഞാൻ പറയട്ടെ ആ നോളജ് സിറ്റി ഉദ്ഘാടനം ചെയ്ത ആരാ? നോളജ് സിറ്റി ഉദ്ഘാടനം ചെയ്ത ഞാൻ ചോദിക്കട്ടെ, നോളജ് സിറ്റി ഉദ്ഘാടനം ചെയ്ത പിണറായി വിജയൻ ഒരു മടി ഉണ്ടായിരുന്നില്ലല്ലോ? പിണറായി വിജയൻ മടി ഉണ്ടായിരുന്നില്ലല്ലോ? കാന്തപുരത്തിന്റെ അടുത്ത് പോകുന്നതിന് മടി ഉണ്ടായിരുന്നില്ല? അതിലൊന്നും എനിക്ക് തർക്കമില്ല. പള്ളി ഉദ്ഘാടനം ചെയ്തു പള്ളി ഉദ്ഘാടനം ചെയ്യുകയാണോ അല്ല മറ്റു തരത്തിൽ എന്തെങ്കിലും അവരുടെ വിശ്വാസ പ്രമാണങ്ങളുടെ അടിസ്ഥാനത്തിൽ ചെയ്യുന്നതാണോ എന്ന് എനിക്കതിനെ കുറിച്ച് അറിവില്ലാത്ത ഞാൻ നോളജ് സിറ്റിന്റെ ഉള്ളിലാണോ ഈ പള്ളി ഉള്ളത്? അല്ല, ഞാൻ ചോദിക്കുന്നത് നോളജ് സിറ്റിന്റെ ഉള്ളിലാണ് വേണു. ഞാൻ മനസ്സിലാക്കിയത് നോളജ് സിറ്റിന്റെ ഉള്ളിലാണ് ഈ പള്ളി ഉള്ളത്. അത് മുഖ്യമന്ത്രിയായിട്ട് എന്ത് ബന്ധം? അല്ല, അത് ഉദ്ഘാടനം ചെയ്തത് ഇതേ മുഖ്യമന്ത്രി തന്നെയാണ്. നോളജ് സിറ്റിയുടെ ഉദ്ഘാടനം രാജു പി നായർ, എന്താണോ VD സതീശൻ ഉദ്ദേശിച്ചത് അതിന് നേർവിപരീതമായ ഫലമാണ് ആ കാര്യത്തിൽ ഉണ്ടാകുന്നത് എന്ന് ഗണേഷിന്റെ മറുപടിയിൽ നിന്ന് വ്യക്തമല്ലേ? അല്ല, അത് തന്നെയാണ്. നോക്കൂ, ഇവിടെ ഞാനിത് എങ്ങനെയാണ് BJP ആൾ പറഞ്ഞതിൻ്റെ മറുപടി പറഞ്ഞത് എങ്ങനെയാണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. കാരണം ഒന്ന്, ഈ അദ്ദേഹം ഹിന്ദുവും സനാതനധർമ്മവും ഒരുമിച്ച് ചേർക്കുക. ഐഡിയോളജിക്കലി നോക്കിയാൽ സനാതനധർമ്മത്തിനകത്ത് ഹിന്ദു എന്ന് പറയുന്ന മതം എവിടെയാണെന്ന് നമുക്കറിയില്ല. വേദങ്ങളിലോ ഉപനിഷത്തോ മുതൽ ഇങ്ങോട്ടേക്കുള്ള ഒന്നിലും ഹിന്ദു എന്നൊരു പദമില്ല. ഹിന്ദു ഒരു സിവിലൈസേഷൻ്റെ ഭാഗമായിട്ട് ഉണ്ടായിട്ടുള്ള ഒന്നാണ്. അതുകൊണ്ട് ഹിന്ദുവും സനാതനധർമ്മവും ഒന്നാണ് എന്ന് പറയുന്നതിനെ അടിസ്ഥാനപരമായിട്ട് തെറ്റാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. പിന്നെ രണ്ടാമത്തെ കാര്യം, ഇതിനകത്ത് ഈ സനാതനധർമ്മത്തെ ആരെതിർക്കുന്നു? സനാതനധർമ്മത്തിനകത്താണ് എതിർപ്പുകൾ എന്നും ഉണ്ടായിരുന്നത്. അങ്ങ് സനാതനധർമ്മത്തെക്കുറിച്ചൊന്ന് പഠിക്കണം. ആ സനാതനധർമ്മത്തിനകത്ത് ഉള്ള ആചാരങ്ങൾക്കും അനുഷ്ഠാനങ്ങൾക്കും ഉൾപ്പെടെയുള്ള എന്താ പറയുക, നമ്മുടെ ആരാധനാക്രമങ്ങൾക്കും എല്ലാം പല പല ഘടകങ്ങളും പല പല ബ്രാഞ്ചുകളും ഉണ്ടായത് സനാതനധർമ്മത്തിന് അകത്ത് തന്നെ ഉണ്ടായിട്ടുള്ള ആന്തരികമായിട്ടുള്ള പ്രവർത്തനങ്ങളുടെ ഭാഗമാണ്. ഇതൊന്നും മനസ്സിലാക്കാതാണ് ഈ പറയുന്നത്. ഞാൻ പറഞ്ഞത് ഇത് കേവലമായ രാഷ്ട്രീയത്തിന് വേണ്ടി പറഞ്ഞു വെക്കുന്ന കാര്യമാണ്. പിന്നെ ആരാണ് നിങ്ങൾക്ക് ഹിന്ദുവിൻ്റെ മൊത്താവകാശം തന്നിരിക്കുന്നത്? ഈ രാജ്യത്ത് 2024 നരേന്ദ്രമോദി വന്നു എന്നുള്ളത് കൊണ്ടാണല്ലോ 140 കോടി ജനങ്ങൾക്ക് മേലുള്ള ഈ രാജ്യത്ത് അതിൻ്റെ ഏകദേശം 60% വോട്ട് ചെയ്ത് 64 കോടി വോട്ടർമാരിൽ നിന്ന് 38-39% വോട്ട് നേടിയ ആൾ മാത്രമാണ് നരേന്ദ്രമോദി. അതുകൊണ്ട് നിങ്ങൾ ഒരിക്കലും ഈ ഹിന്ദു മതത്തിൻ്റെ മൊത്തക്കച്ചവടം നിങ്ങളാണെന്ന് ധരിച്ചു വെക്കരുത്. 85% ഹിന്ദുക്കളുള്ള ഈ രാജ്യത്ത് 75 വർഷക്കാലം നിങ്ങളെ പടിക്കകത്ത് കയറ്റിയില്ല. പടിക്കകത്ത്. കാരണം നിങ്ങൾ എത്രമാത്രം ആ ഹിന്ദു വിരുദ്ധമാണെന്നുള്ളത് കൃത്യമാർക്ക് ബോധ്യമുണ്ടായിരുന്നു. അതുകൊണ്ടാണ് നിങ്ങളെ പടിക്കകത്ത് പോലും കയറ്റാതെ നിർത്തിയിരുന്നത്. സമീപകാലഘട്ടത്തിൽ ഈ ലോകത്ത് മുഴുവൻ ഒരു തീവ്ര വലത് ആശയങ്ങൾക്ക് വലിയ ബലം കിട്ടുന്ന, വലിയ പ്രാമുഖ്യം കിട്ടുന്ന ഒരു സാഹചര്യത്തിൽ അത് ഇന്ത്യയിലും ഉണ്ടായി. അത് ഏറ്റവും നന്നായിട്ട് നരേന്ദ്രമോദി ഉപയോഗിച്ചു എന്നുള്ള കാര്യത്തിൽ എനിക്ക് തർക്കമില്ല. പക്ഷെ ആ രാഷ്ട്രീയ വിജയമൊന്നും ഹിന്ദു എന്ന് പറയുന്നതിൻ്റെയോ സനാതനധർമ്മത്തിൻ്റെയോ രണ്ടാണ്. അവിടെ എവിടെയെങ്കിലും അതിൻ്റെ മൊത്തക്കച്ചവടമാക്കി നിങ്ങൾക്ക് അവകാശം തന്നിരിക്കുന്നത് ധരിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ വിഡ്ഢികളുടെ സ്വർഗത്തിലാണ്. അതാണ് പ്രശ്നം. അത് അയോധ്യയിൽ പോലും തെളിഞ്ഞല്ലോ. നിങ്ങൾ ഈ രാജ്യത്ത് മുഴുവൻ ഉണ്ടാക്കിയെടുത്ത കലാപങ്ങൾ ഉൾപ്പെടെ ഉണ്ടാക്കി 2022 ജനുവരിയിൽ അതിൻ്റെ ഉദ്ഘാടനത്തോടെ നിങ്ങൾ ഉദ്ദേശിച്ചത് നിങ്ങൾ ഈ ഹിന്ദുമതത്തിൻ്റെ ഏറ്റവും വലിയ അപ്പോസ്തലന്മാരായി മാറുന്നതാണല്ലോ. ആ നിങ്ങളുടെ ദുരഭിമാനം അവിടെ തന്നെ തകർത്തല്ലേ. അപ്പം അതുകൊണ്ട് രാഷ്ട്രീയമായിട്ട് നിങ്ങൾ സംസാരിക്കുകയാണെങ്കിൽ ഹിന്ദുമതത്തിൻ്റെ കൊത്തക്കച്ചവടക്കാരൻ നിങ്ങൾ ശ്രമിക്കേണ്ട. അവിടെ ജനാധിപത്യം മാത്രമേ വാഴുകയുള്ളൂ. അതുകൊണ്ടാണ് 400 സീറ്റിൽ ലക്ഷ്യപ്പെട്ടു പോയവർ 240 വന്ന് നിൽക്കുന്നത്.
മനസ്സിലായില്ലേ? അപ്പോൾ രാജ്യത്തിൻ്റെ ഒരു 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 ഘടന എന്താണെന്നും രാജ്യത്ത് മതങ്ങൾ എങ്ങനെയാണ് പ്രവർത്തിക്കുന്നതെന്നും അത് രാഷ്ട്രീയത്തിൽ എത്രമാത്രം അവധാനതയോടെ പലപ്പോഴും ഇടപെട്ടിട്ടുണ്ടെന്നുള്ള ചരിത്രവും കൂടി നിങ്ങൾ മനസ്സിലാക്കി വേണം സംസാരിക്കാൻ. പിന്നെ നോക്കൂ വേണു, ഇവിടെ ഞാൻ പറഞ്ഞില്ലേ ഈ പെരിഫറലായിട്ടുള്ള കാര്യങ്ങൾ ഇത് പറഞ്ഞുകൊണ്ട് ഈ സനാതന ധർമ്മത്തെ എനിക്ക് കേൾക്കാമല്ലോ അല്ലേ? കേൾക്കാം രാജു, കേൾക്കുന്നുണ്ടല്ലോ അല്ലേ? ഈ സനാതന ധർമ്മത്തെ മുഴുവനായിട്ട് ഈ നെഗറ്റീവായിട്ട് ചിത്രീകരിക്കുന്ന, ഞാൻ അതിനകത്ത് ഒട്ടേറെ കാര്യങ്ങൾ എനിക്ക് വ്യക്തിപരമായി സനാതന ധർമ്മത്തിനകത്ത് പറയുന്ന കാര്യങ്ങൾ ഒട്ടേറെ കാര്യങ്ങൾ എനിക്ക് വിമർശനമുള്ളതാണ്, എനിക്ക് എതിർപ്പുള്ളതാണ്. ആ എതിർപ്പ് പല ആൾക്കാർ പല സമയത്ത് പ്രകടിപ്പിച്ചിട്ടുണ്ട്. കോൺഗ്രസിനകത്തുണ്ടായിട്ടുണ്ട്, നമ്മുടെ സമൂഹത്തിനകത്തുണ്ടായി, ആധ്യാത്മിക തലത്തിൽ ഉണ്ടായിട്ടുണ്ട്. നേരത്തെ ഇവിടെ സൂചിപ്പിച്ച പോലെ അദ്വൈതവും നാരായണ ഗുരുവും രണ്ടും എതിർവശങ്ങളിൽ നിൽക്കുന്നവരാണ്. പക്ഷെ ഇതെല്ലാം ഇതിനകത്ത് ഉൾക്കൊള്ളുന്ന വൈരുദ്ധ്യങ്ങളാണ്. ആ വൈരുദ്ധ്യങ്ങളെ മനസ്സിലാക്കാതെ അതിനെ കേവലമായ ചർച്ചയിലേക്ക് കൊണ്ടുപോയി ഈ തരത്തിൽ അങ്ങനെ സംസാരിക്കുന്നൊരു വേദിയാണെങ്കിൽ, അത്തരത്തിലൊരു അക്കാഡമിക് ഇതാണെങ്കിൽ കുഴപ്പമില്ല. പക്ഷെ അതല്ലാതെ സംസാരിക്കുന്നത് RSSന് ആയുധം നൽകുന്നു എന്നുള്ളതാണ്. അതാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിനെയാണ് ഞങ്ങൾ എതിർത്തിട്ടുള്ളത്. ഞാൻ പറഞ്ഞല്ലോ, അല്ലാണ്ട് ഈ ജാതി വ്യവസ്ഥയോ വർണ്ണവ്യവസ്ഥയോ ഒന്നും അംഗീകരിച്ചിട്ടുള്ള ഒരാളുമല്ല ഈ രാജ്യത്തുള്ളത്. ഗാന്ധിജി പോലും വൈക്കം സത്യാഗ്രഹത്തിന് വന്നത് എന്തിനാ? നീചജന്മങ്ങൾക്ക് വഴി നടക്കാൻ അവകാശം കൊടുക്കൂല എന്ന് പറഞ്ഞുകൊണ്ട് ഇണ്ടന്തുരുത്തി മനയ്ക്കകത്ത് കയറ്റാതെ പുറത്ത് 12 ഇരുത്തിയത് ആരെയാ? ഗാന്ധിജിയായിരുന്നു. അന്ന് എതിർവശത്ത് നിന്നത് സംഘപരിവാറിന്റെ ശക്തികളായിരുന്നു. ബ്രാഹ്മണ്യം ആയിരുന്നു ഒരു കാലഘട്ടത്തിൽ ഈ രാജ്യത്തെ ഹിന്ദുക്കളെ അടിച്ചമർത്തിയിരുന്നത്. അതുകൊണ്ട് അതിനോടെല്ലാം എതിർത്തുകൊണ്ടിട്ടുള്ള പോരാട്ടമായിരുന്നു സ്വാതന്ത്ര്യപൂർവ്വ ഇന്ത്യയിൽ നടന്നത്. സ്വാതന്ത്ര്യപൂർവ്വ ഇന്ത്യ ബ്രിട്ടീഷ് സർക്കാരിന്റെ കയ്യിൽ നിന്ന് സ്വാതന്ത്ര്യം നേടിയെടുക്കാൻ നടത്തിയ ഉപരോധമല്ല, മറിച്ച് ഈ രാജ്യത്തിനകത്ത് നിലനിന്നിരുന്ന ജാതി വ്യവസ്ഥകളെയും അവർ അടിച്ചമർത്തപ്പെടുകയും എല്ലാം ഒരു സാമൂഹിക പ്രക്ഷോഭത്തിന്റെ ഭാഗമാക്കി, ഒരു ധാരയാക്കി കൊണ്ടുവന്നുണ്ടായതാണ് ദേശീയ പ്രസ്ഥാനം. ആ ദേശീയ പ്രസ്ഥാനത്തിന്റെ ഭാഗമാണ് ഞങ്ങളെല്ലാവരും. അപ്പം അതുകൊണ്ട് ഒരിക്കലും സനാതന ധർമ്മത്തെ BJPയുടെ ശൈലിയെ അംഗീകരിക്കാൻ കഴിയില്ല. അതേസമയം സനാതന അതിനകത്തുള്ള വൈരുദ്ധ്യങ്ങളെയെല്ലാം ഉപയോഗപ്പെടുത്തുകയും ചർച്ചയും ചെയ്തിട്ടുള്ള നാടാണ് കേരളം. അത് RSSന് തീരെഴുതി കൊടുക്കാൻ ഇന്ന് ഏതെങ്കിലും ശ്രമം നടന്നാൽ, അത് ഏതെങ്കിലും രാഷ്ട്രീയ ലക്ഷ്യം വെച്ചുകൊണ്ടാണെങ്കിൽ പോലും അത്തരത്തിലുള്ള ശ്രമം നടന്നാൽ അതിനെ ഞങ്ങൾ തീവ്രമായി എതിർക്കും. അതുതന്നെയാണ് അതിൻ്റെ അടിസ്ഥാനപരമായ കാര്യം. ശരി, ശ്രീ ഫക്രുദ്ദീൻ, ഇവിടെ ഗണേഷ് സംസാരിക്കുന്ന ഘട്ടത്തിൽ ശ്രദ്ധിച്ചില്ലേ? ഇവിടെ കെ സുധാകരൻ യോജിക്കുന്നു, സതീശൻ വിയോജിക്കുന്നു. പക്ഷെ അവരെടുക്കുന്നത് കെ സുധാകരനെയാണ് ഈ കാര്യത്തിൽ. എന്ന് മാത്രവുമല്ല, പതിവ് പോലെ ഇവർ ഉന്നയിക്കുന്ന ഒരു യുക്തി ഉണ്ടല്ലോ, ഇപ്പോൾ ദേശീയ വക്താക്കളടക്കം ഉപയോഗിക്കുന്ന അതേ യുക്തി. എന്തുകൊണ്ട് പിണറായി വിജയൻ വിശുദ്ധ ഖുറാനെ പറ്റി പറയുന്നില്ല? എന്തുകൊണ്ട് മറ്റേതെങ്കിലും മതവിഭാഗത്തെ പറ്റി പറയുന്നില്ല? ഇങ്ങനെയുള്ള യുക്തിക്ക് കൂടുതൽ സ്വീകാര്യത കിട്ടുന്ന ഒരു തലമുണ്ടാക്കുന്നു മുഖ്യമന്ത്രിയുടെ പ്രതികരണമായാലും കെ സുധാകരൻ്റെയും സതീശൻ്റെയും ഒക്കെ പ്രതികരണമായാലും എന്ന് കരുതാമോ? അതായത് എങ്ങനെയാണോ ഇവർ BJPയെ പ്രതിരോധിക്കാൻ നോക്കുന്നത്, അവസാനം അവർ BJPയുടെ ചതിക്കുഴിയിൽ വീഴുന്ന നിലയുണ്ടാകുന്നുണ്ടോ? ഇത് ചതിക്കുഴിയല്ല. ഇതിപ്പോൾ മുഖ്യമന്ത്രി അദ്ദേഹം നമുക്ക് അറിയാവുന്ന കാലം തൊട്ടേ അദ്ദേഹം പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം തന്നെയാണ്. അദ്ദേഹത്തിന് വേണു പറഞ്ഞ പോലെ കൺസിസ്റ്റൻസിയാണ്. കൺസിസ്റ്റൻ്റ് ആയിട്ട് അദ്ദേഹം ഈ പറഞ്ഞ നിലപാടുകളിൽ നിന്നൊന്നും അദ്ദേഹം പിന്നോട്ട് പോയിട്ടില്ല. അത് അദ്ദേഹത്തിൻ്റെ നിലപാടാണ്. അതിനെ നമ്മൾ സ്വാഗതം ചെയ്യുന്നു. നമ്മൾ പറയുന്നത് അതൊരു പൊളിറ്റിക്കലായിട്ടുള്ള നിലപാടാണ്. പൊളിറ്റിക്കലായി നോക്കുമ്പോൾ അത് ശരിയുമാണ്. കാരണം ഈ പറയുന്ന സനാതന മൂല്യങ്ങൾ, സനാതന സംഘങ്ങൾ ഇത് ഏറ്റവും കൂടുതൽ പറയുന്നതും അതുമായിട്ട് ബന്ധപ്പെട്ട സ്ഥാപനങ്ങൾ നടത്തുന്നു, അതുമായിട്ട് ബന്ധപ്പെട്ട് ജനങ്ങളെ സമീപിക്കുന്നതും RSS BJP തന്നെയാണ്. അതൊരു ഒരു വാസ്തവമാണ്. അത് അവർ വോട്ടാക്കി മാറ്റാൻ ശ്രമിക്കുന്നത്, അത് അദ്ദേഹം പറഞ്ഞത് ശരിയാണ്. പക്ഷേ നമ്മൾ പറയുമ്പോൾ ഇതിൻ്റെ മറ്റൊരു തലം കൂടി നമ്മൾ നോക്കണം. അവരെങ്ങനെ ചെയ്യുന്നുണ്ടാവാം, പക്ഷേ ഗാന്ധിജി ഉപയോഗിച്ചിട്ടുണ്ടല്ലോ, ഇദ്ദേഹം ഉപയോഗിച്ചിട്ടുണ്ടല്ലോ. നമ്മുടെ തിലക് ഇന്ത്യയിലെ സത്യം ഗാന്ധി അല്ല. ഇന്ത്യയിലെ ഈ സ്വാതന്ത്ര്യ പ്രസ്ഥാനത്തെ മാസ് മൂവ്മെൻ്റ് ആക്കി ആദ്യം മാറ്റുന്ന തിലകാണ്. അദ്ദേഹം പ്രധാനമായി ശിവാജി മഹോത്സവം, ഗണേശ പൂജ അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്തിട്ടാണ് അദ്ദേഹം ഒരു മാസ് മൂവ്മെൻ്റ് ആക്കി മഹാരാഷ്ട്രയിൽ ഇതിനെ മാറ്റുന്നത്. അപ്പം ആ ഒരു തലം കൂടി നമ്മളിത് അഡ്രസ്സ് ചെയ്യേണ്ടതായിട്ടുണ്ട്. എന്നാൽ നമ്മളിലെല്ലാമുള്ള നമ്മളെല്ലാം മലയാളികളാണ്. ഈ പറയുന്ന വിശ്വാസ സങ്കല്പങ്ങളെല്ലാം എവിടെ നിന്നുണ്ടായി ഒന്നാണ്. ഇത് പ്രധാനമായിട്ടും നവീന ശിലായുഗ കാലഘട്ടത്തിലാണ് ഈ സാധനങ്ങൾ മൊത്തം ഉണ്ടായി വന്നത്. അത് നമ്മൾ ഇപ്പോൾ ഞാൻ മുസ്ലിമാണ്, ഇപ്പോൾ വേറൊരാൾ ക്രിസ്ത്യാനിയായിരിക്കും, വേണു അദ്ദേഹം പേര് കൊണ്ടും സ്കൂൾ സർട്ടിഫിക്കറ്റ് കൊണ്ടും ചിലപ്പോൾ ഹിന്ദു ആയിരിക്കും. വേണുവിനെ എനിക്ക് അറിയാവുന്നതുകൊണ്ട് പറയാം, വേണു വളരെ സെക്കുലർ ആയിട്ടുള്ള ആളാണ്. ഞാൻ ഹിന്ദു എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ വേണുവിനെ പിടിക്കണമെന്നില്ല. അപ്പോൾ ഈ പറയുന്നത്
അപ്പം പക്ഷേ നമ്മളെല്ലാം നമ്മുടെ ശീലങ്ങളിൽ എവിടെയോ നമ്മൾ വസിക്കുന്ന ഈ നാടുമായിട്ട് ബന്ധപ്പെട്ട് ചില സെൻസിബിലിറ്റീസ് കടന്നു വന്നിട്ടുണ്ട്. ആ സെൻസിബിലിറ്റീസിൻ്റെ ഒരു ഐഡിയോളജിക്കലായിട്ടുള്ള ഫിലോസഫിക്കലായിട്ടുള്ള പിന്നെ ഒരു രൂപമാണ് ഈ സനാതനം. അപ്പോൾ സനാതനം എന്ന് നമ്മൾ പറയുമ്പോൾ അതിന് വേറെ ഒരു പ്രശ്നമുണ്ട്. ഇത് ലിവിങ് ട്രഡീഷനാണ്. ഹിന്ദുമതത്തെ നിങ്ങൾ എടുത്തു നോക്കിയാൽ വേദകാലഘട്ടത്തിൽ അമ്പലങ്ങളെ പറ്റുന്ന ഒരു റെഫറൻസും ഇല്ല. അത് കഴിഞ്ഞ് വേദകാലഘട്ടത്തെ അവസാനം മധ്യകാലഘട്ടത്തിലാണ് ഈ അമ്പലങ്ങളൊക്കെ വരുന്നത്. ഇന്ത്യയിലെ ഏറ്റവും പഴക്കം ചെന്ന അമ്പലം ഉള്ളത് പിന്നെ മധ്യപ്രദേശിലാണ്. വേണുപ്പുളം പോകുമ്പം മധ്യപ്രദേശിലെ ഒരു കാട്ടിൻ്റെ ഉള്ളിൽ മെഹർഗഡ് എന്ന സ്ഥലത്ത് വരുന്നത് അവിടെ ഒരു ചെറിയൊരു ക്ഷേത്രം, നമ്മളത് കാവ് പോലെ. അതാണ് ഇന്ത്യയിലെ ഏറ്റവും പഴക്കം ചെന്ന ക്ഷേത്രം. 1500 വർഷം പഴക്കേ ഉള്ളൂ. അതിന് മുമ്പ് ഇവിടെ ഉണ്ടായിരുന്നത് പിന്നെ എന്താണ് ബുദ്ധമതത്തിന് ശേഷം അവരുടെ ചൈത്യാസും മറ്റും ഉണ്ടായിരുന്നു. അതിനുശേഷമാണ് ഹിന്ദുസിൻ്റെ ഗുഹാ ടെമ്പിൾസും ഹിന്ദു എന്ന് നമ്മൾ ഇന്ന് വിളിക്കുന്ന ആളുകളുടെ ഗുഹാ ടെമ്പിൾസും സ്ട്രക്ചറൽ ടെമ്പിൾസും എല്ലാം വരുന്നത്. അപ്പോൾ അങ്ങനെ വന്ന ഹിന്ദുയിസം, അതായത് മുമ്പ് അത് ക്ഷേത്രങ്ങളില്ലാത്ത ഹിന്ദുയിസം പിറ്റേന്ന് പിന്നെ ഹിന്ദുമതം ഉണ്ടാകുന്നു, ജാതി ഉണ്ടാകുന്നു, ജാതിയിൽ തന്നെ തൊട്ടുകൂടെ ഉണ്ടായിരുന്നു. കേരളത്തിൽ തന്നെ ഇപ്പം കേരളത്തിൽ ശൂദ്ര എന്ന് വിചാരിക്കുന്ന ഇത് നമ്മൾ വിളിക്കുന്ന ജനവിഭാഗം സത്യത്തിൽ കേരളത്തിൽ ക്ഷത്രിയ സ്റ്റാറ്റസ് ആണ്. ഇത് ബംഗാളിലുണ്ട്. ബംഗാളിൽ കായസ്ഥ വിഭാഗത്തിന് സംസ്കൃതം പഠിക്കാൻ, മറ്റു സ്ഥലങ്ങളിൽ പഠിക്കാൻ ബുദ്ധിമുട്ടായിരുന്നു. അപ്പോൾ ഇതൊരു ലിവിങ് ട്രഡീഷനാണ്. ഇപ്പോൾ ഇന്നും വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു ലിവിങ് ട്രഡീഷനാണ്. കാരണം ഹിന്ദുമതം അല്ലെ ക്രിസ്തുമതം, ഇസ്ലാം മതം, ജൂതമതം പോലെ എവിടെ സ്റ്റക്കായി നിൽക്കുന്ന സാധനമല്ല. ഇപ്പോഴും വളർന്നുകൊണ്ടിരിക്കുന്ന സാധനമാണ് ഈ ഹിന്ദു ട്രഡീഷൻ, ഇന്ത്യൻ ട്രഡീഷൻ, ഈ സനാതന സങ്കല്പം എന്ന് പറയുന്നത്. അതിൽ വന്നുകൂടിയ തെറ്റുകളെ, പിന്നെ അനാചാരങ്ങളെ, അതിനെ ഓരോരോ സമയത്തും വന്ന് പല ആളുകളും ക്ലീൻ ചെയ്തിട്ട് പോയിട്ടുണ്ട്. ആദ്യത്തെ മൂവ്മെൻ്റ് ആയിരുന്നു ഈ പറയുന്ന ബുദ്ധ ജൈന മൂവ്മെൻറ്റ്. രണ്ടാമത്തെ മൂവ്മെൻ്റ് ആയിരുന്നു ഭക്തി കൾട്ട്. നമ്മളെ എഴുത്തച്ഛൻ ഉൾപ്പെടെയുള്ള പണ്ടൂരാങ് ഉൾപ്പെടെയുള്ള പിന്നെ ഈ പറയുന്ന ഈ മൂവ്മെൻറ്റ്. അതിനുശേഷം വന്ന് ഇപ്പോൾ ഉള്ള അതിനുശേഷമാണ് നാരായണ ഗുരുവും വിവേകാനന്ദനും ഉൾപ്പെടെയുള്ള സോഷ്യൽ റിഫോം മൂവ്മെൻറ്റ് വരുന്നത്. അത് ഇന്നും പല രീതിയിൽ അത് മുന്നോട്ട് പോവുകയും ഗ്ലോബലി നമ്മുടെ ഈ ഒരു ഇതിൻ്റെ ഒരു ഫിലോസഫിക്കലായിട്ടുള്ള ആത്മീയമായിട്ടുള്ള തലത്തിന് വലിയ സ്വീകാര്യത കിട്ടിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യം കൂടിയാണ്. അത് നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണ്. അപ്പോൾ നമ്മൾ ആ കാര്യത്തെ അപ്ഹോൾഡ് ചെയ്യുകയും ഇതിൻ്റെ നെഗറ്റീവായ കാര്യങ്ങളെ അതിശക്തമായി വിമർശിച്ച് നാരായണ ഗുരുവൊക്കെ ചെയ്ത പോലെ ഇതിനെ പ്യൂരിഫൈ ചെയ്യുകയും ഇതിനെ രാഷ്ട്രീയമായിട്ട് ഉപയോഗിക്കുന്ന ആളുകളെ കൃത്യമായി തുറന്നു കാണിക്കുകയും ചെയ്യണം. ആ തുറന്നു കാണിക്കൽ പിണറായി ചെയ്യുന്നുണ്ട്. പക്ഷേ ഈ പിണറായി ആണെങ്കിലും നമ്മുടെ സുധാകരനാണെങ്കിലും ഇവരൊക്കെ ചെയ്യുന്നുണ്ട്. പക്ഷേ ഒരു പ്രശ്നം എന്ന് വെച്ചാൽ ചില സമയങ്ങളിൽ ഇത് അവരുടെ കയ്യിൽ ആയുധമായി മാറിപ്പോകുന്നുണ്ട്. അങ്ങനെ മാറിപ്പോകാതിരിക്കാനുള്ള ഒരു ജാഗ്രത കൂടി അവർ കാണിച്ചാൽ പെർഫെക്റ്റ് ആയി. ശരി, ശ്രീ സി ആർ നീലകണ്ഠൻ, ഇവിടെ ഗണേഷ് പറഞ്ഞു കേട്ടില്ലേ 20% ഞങ്ങൾ ഉയർന്നു, അതിലുള്ള ആശങ്കയാണ് ഇവർക്കെല്ലാം എന്ന്. അല്ല, BJPയുടെ വോട്ടിൻ്റെ കഥയൊക്കെ അവിടെ നിൽക്കട്ടെ. അത് ഒരു ഇലക്ഷന് കൂടും, ഇലക്ഷന് കുറയും. ഞാൻ ഇലക്ഷൻ്റെ വോട്ടിന് മാത്രം വെച്ചല്ല അതിനെ കാണുന്നത്. നമ്മൾ കമ്മ്യൂണിസ്റ്റ് ഭാഷയിൽ പറഞ്ഞ സ്ട്രാറ്റജി ടാക്ടിക്സ് എന്ന് പറയും, വേണു തന്ത്രം അടവ് എന്ന് പറയും. യഥാർത്ഥത്തിൽ തന്ത്രപരമായി മുഖ്യമന്ത്രി പറഞ്ഞത് വളരെ ശരിയായൊരു നിലപാടാണ്. അതിൽ അടവുപരമായി തർക്കങ്ങളുണ്ട്. അടവുപരമായി തർക്കം വരുന്ന എവിടെയാണ്, ഏത് സന്ദർഭത്തിലാണ് അടവ് മാറുന്നത്? സ്ട്രാറ്റജി ദീർഘകാലത്തേക്കുള്ളതാണ്, അടവ് ചില കാലത്തേക്കുള്ളതാണ്. ഈ കാലഘട്ടത്തിൽ ആ ചോദ്യമാണ് സതീശന് ഉന്നയിച്ചത്. ഞാൻ സതീശനും സുധാകരനും അല്ലെങ്കിൽ പിണറായി തമ്മിലുള്ള തർക്കത്തിലേക്കല്ല പോകുന്നത്. ഇപ്പം ശ്രീനാരായണ ഗുരുവിനെ ഒരു കാലത്തും സംഘപരിവാറിന് ഇവർക്ക് അംഗീകരിക്കാനേ പറ്റില്ല. കാരണം രാമനെ അദ്ദേഹം അംഗീകരിക്കുന്നില്ല. പിന്നെ ഏത് ശ്രീനാരായണ ഇത് സംഘപരിവാറിനെ പറ്റുക? രാമനല്ലേ ഇവർ ആകെയുള്ള ഒരു ദൈവം. അദ്ദേഹം രാമൻ്റെ ഒരു ക്ഷേത്രവും പണിതില്ല. രാമൻ ഉണ്ടായിരുന്നെങ്കിൽ എനിക്ക് ഇത് കിട്ടില്ല എന്ന് ഞാൻ നേരത്തെ പറഞ്ഞു. അത് വളരെ 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 ഉറപ്പുള്ളൊരു കാര്യമാണ്. അതുപോലെ ബ്രാഹ്മണികം, ഇപ്പോഴും ഞാൻ ചോദിക്കുന്നു ഇവിടെ ഇരിക്കുന്ന ഈ BJPയുടെ പ്രതിനിധിയോട്, ബ്രാഹ്മണൻ മാത്രം കയറാൻ കഴിയുന്ന എത്ര അമ്പലങ്ങൾ ഇന്നും കേരളത്തിലുണ്ട്? അബ്രാഹ്മണർ കയറാൻ പാടില്ല, അത് ആചാരമാണെന്ന് പറയുന്ന അമ്പലങ്ങളില്ലേ? മിക്ക അമ്പലങ്ങളും അങ്ങനെയല്ലേ? ശ്രീനാരായണ ഗുരു അത് അംഗീകരിച്ചിരുന്നു? ഒരു കാലത്തും അംഗീകരിക്കില്ല. നിങ്ങൾ RSSോ സംഘപരിവാറോ ആരെങ്കിലും പറ ഇവിടെ ശബരിമലയും ഗുരുവായൂരും മറ്റേ ഞാൻ അർത്ഥത്തിൽ അറിയുന്നതുകൊണ്ട് പറയുന്നതാണ്. ഇവർ വരട്ടെ എന്ന് ജാതി വ്യവസ്ഥയ്ക്കെതിരായി ശക്തമായി നിലപാടെടുത്ത ശ്രീനാരായണ ഗുരുവിൻ്റെ ആളുകളാണ് ഞങ്ങൾ എന്ന് വെറുതെ ലേഖനം എഴുതിയാൽ പോരാ, പ്രായോഗികമായിട്ട് ശ്രീനാരായണ ഗുരു കാണിച്ചതാണ്. ബ്രാഹ്മണനെ അമ്പലം സൃഷ്ടിക്കാവൂ? ശ്രീനാരായണ ഗുരു പ്രതിഷ്ഠിച്ചു, ശ്രീനാരായണ ഗുരു പൂജിച്ചു, ശ്രീനാരായണ ഗുരു പൂണൂലിട്ടില്ല, ശ്രീനാരായണ ഗുരു സന്ധ്യാവന്ദനം ചെയ്തില്ല, ഗുരുവനൊന്നും പോയില്ല, ഉപനയനവും ചെയ്തില്ല, സമാവർത്തനവും ചെയ്തില്ല. ശ്രീനാരായണ ഗുരുവാണ് ചെയ്തത്. അത് ചെയ്യണം. അതാണ് ശ്രീനാരായണ ഗുരു പറഞ്ഞൊരു കാര്യം. അതിലിപ്പോൾ ക്ഷേത്രം എന്ന സങ്കല്പം എത്ര പ്രധാനമാണ്, അതും തർക്കങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അദ്ദേഹം ബിംബം പിന്നെ നിർത്തി, കർണാടിയിലേക്കും കൈപ്പത്തിലേക്കും മാറി. എന്താ കാര്യം? ബിംബം പോലും ശരിയല്ല എന്ന് വിശ്വസിച്ചു ഒരു ഘട്ടത്തിൽ. അദ്ദേഹം പറഞ്ഞു എൻ്റെ ആളുകൾ മാറി മാറി വരുന്നതേ ഉള്ളൂ. അതുകൊണ്ടാണ് ചട്ടമ്പി സ്വാമിയുടെ ചോദ്യത്തിന് പറയുന്നുണ്ട്, എൻ്റെ ആളുകൾ ഈ മാറി മാറി വരുന്ന ആദ്യം ബിംബം പ്രതിഷ്ഠിക്കുകയും പിന്നെ കർണാടിയിലേക്ക് പോവുകയും അവസാനം ക്ഷേത്രങ്ങളല്ല നമുക്ക് വേണ്ടത് ശാലകളാണ്, അല്ലെങ്കിൽ വ്യവസായശാലകളാണ്, വിദ്യാഭ്യാസ സ്ഥാപനങ്ങളാണ്, സംഘമാണ് എന്ന് പറയുകയും ചെയ്ത ആ ഒരു ഗ്രാജുവൽ ആയിട്ടുള്ള വളർച്ചയുണ്ടല്ലോ,
ആ വളർച്ച ഒറ്റ ദിവസം കൊണ്ട് ശ്രീനാരായണ ഗുരു ആദ്യം പറഞ്ഞില്ല. അത് സമൂഹത്തിലുള്ള ടാക്ടിക്കലാണ്. അത് തന്നെയാണ് ഇതിനെ നേരിടാനുള്ള ഏറ്റവും നല്ല മാർഗവും, സംഘപരിവാറിനെ നേരിടാനുള്ള മാർഗവും. ശ്രീ ഗണേഷ്, ഇവിടെ രാജു പറഞ്ഞ കാര്യമുണ്ടല്ലോ, ഈ 85% വരുന്ന ഹിന്ദു സമൂഹം എന്ന് പറയുന്നത് നിങ്ങളുടെ കുത്തകയല്ല എന്ന്. ഇവിടെ രാജു പി നായരും അതേപോലെ CR നീലകണ്ഠനൊക്കെ ഇവിടെ സംസാരിക്കുന്നത് കേട്ടു. നല്ല രസമുണ്ട് കേൾക്കാൻ. ഇവരെ നല്ല പ്രസംഗം, നല്ല കൈയടിക്കാൻ തോന്നുന്ന പ്രസംഗമാണ്. ഇവിടെ CR നീലകണ്ഠൻ ചോദിച്ച അവസാന ചോദ്യം, ഗുരുവായൂരിലും ശബരിമലയിലും എന്തുകൊണ്ട് RSS അവിടെ ഇവരെ വേണം പൂജ ചെയ്യാൻ, അബ്രാഹ്മണരെ വേണമെന്ന് ചോദിക്കുന്നില്ല എന്നൊക്കെ ചോദിക്കാൻ കേട്ടു. ഞങ്ങളോടല്ല സാർ ചോദിക്കേണ്ടത്, പിണറായി വിജയനോട് ചോദിക്കണം, രാജു പി നായരോട് ചോദിക്കണം. ഉമ്മൻചാണ്ടിയും K കരുണാകരനാണ് ഭരിച്ചുകൊണ്ടിരുന്നത്, BJP-കാരല്ല അവിടെ ഭരിച്ചുകൊണ്ടിരുന്നത്. ധൈര്യമുണ്ടോ രാജു പി നായർക്ക് പറയാൻ അബ്രാഹ്മണരെ ഗുരുവായൂർ അമ്പലവും ശബരിമലയും ഏൽപ്പിക്കണമെന്ന്? ധൈര്യമുണ്ടോ? എന്താ VD സതീശൻ്റെ അഭിപ്രായം? ധൈര്യത്തോടെ പറയാൻ ധൈര്യമുണ്ടോ? എന്താ രമേശ് ചെന്നിത്തലയുടെ അഭിപ്രായം? ഗുരുവായൂരിലും ശബരിമലയിലും അബ്രാഹ്മണരായിട്ടുള്ള ആളുകളെ പൂജ ചെയ്യാൻ ഏൽപ്പിക്കണമെന്ന് പറയാൻ ധൈര്യമുണ്ടോ നിങ്ങൾക്ക്? ധൈര്യം കാണില്ല. കാരണം ഞങ്ങൾ നേരത്തെ പറഞ്ഞു CR നീലകണ്ഠൻ പ്രസംഗമാണെന്ന്. പ്രസംഗമല്ല, ഞങ്ങൾ കുറെ ക്ഷേത്രങ്ങൾ നടത്തുന്നുണ്ട് ഈ സംസ്ഥാനത്ത്, ഈ കേരളത്തിൽ ഞങ്ങൾ കുറെ സംസ്ഥാനങ്ങളുണ്ട്. CR നീലകണ്ഠൻ വന്ന് കാണാം. അവിടെ പൂജ ചെയ്യുന്നത് ബ്രാഹ്മണരല്ല, നിങ്ങൾ പറയുന്ന ബ്രാഹ്മണരല്ല, സാധാരണ ആദിവാസി വിഭാഗത്തിൽ വരുന്ന ആളുകൾ ഉൾപ്പെടെയാണ്. ഇവിടെ പൂജാ സമ്പ്രദായങ്ങൾ പഠിപ്പിക്കുന്നുണ്ട് ഈ സംസ്ഥാനത്ത്. ഉത്തരേന്ത്യയിലും UP-യിലും ഹരിയാനയിലും അല്ല പഠിപ്പിക്കുന്നത്, ഈ കേരളത്തില്. ആ കേരളത്തിൽ പഠിപ്പിക്കുന്ന ഈ തന്ത്രവിദ്യാപീഠത്തിൽ പഠിക്കുന്നത് ബ്രാഹ്മണരായി, നിങ്ങൾ പറയുന്ന നമ്പൂരി ആ ബ്രാഹ്മണരല്ല, സാധാരണക്കാരായ ആദിവാസികളും ദളിത് എന്താ പറയാ ഈ ഈഴവ വിഭാഗത്തിൽപ്പെട്ട ആളുകളും ഉൾപ്പെടെയുള്ള ആളുകളാണ്. അതാണ് പാലിയം വിളംബരം RSS പ്രചാരകനായിരുന്ന മാധവ്ജിയുടെ നേതൃത്വത്തിൽ നടത്തിയത്. അവിടെ നടത്തിയത് നമ്പൂരിമാരെല്ലാവരും കൂടി ഒരുമിച്ച് ചേർന്ന് നടക്കുകയല്ല. അബ്രാഹ്മണരായിട്ടുള്ള ആളുകൾക്ക് ഈ സംസ്ഥാനത്ത് ഇവിടുത്തെ ക്ഷേത്രങ്ങളിൽ പൂജ ചെയ്യാനുള്ള സൗകര്യങ്ങൾ, സംവിധാനങ്ങൾ ചെയ്തു കൊടുക്കണമെന്നാണ് പറഞ്ഞത്, അല്ലാതെ പ്രസംഗിച്ച് നടക്കുകയല്ല. ധൈര്യം കാണിക്കണം. ഇവിടെ കേരളത്തിൽ കുറെ കാലമായല്ലോ മാറി മാറി ഭരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇവിടുത്തെ ഹിന്ദുവിനെ സംഘടിക്കാതിരിക്കാൻ നിങ്ങൾ എല്ലാ കാലഘട്ടത്തിലും ഇതേപോലെയുള്ള അടവ് നയങ്ങൾ ഉപയോഗിച്ചു. ഇവിടെ നേരത്തെ രാജു പി നായർ പറഞ്ഞല്ലോ, മാറ്റി നിർത്തിയിട്ടുണ്ടായിരുന്നു. അതിനൊക്കെ മാറ്റം വന്നത് എങ്ങനെയാണെന്ന് അറിയോ? അവരുടെ വിഷയങ്ങളിലേക്ക്, അവരുടെ പ്രശ്നങ്ങളിലേക്ക് സത്യസന്ധമായി ഇടപെട്ട സമയത്താണ്. അത് പ്രസംഗിച്ചിട്ടല്ല. ഇതേപോലെയുള്ള പ്രവർത്തനങ്ങളുടെ, മാറ്റങ്ങൾ ഉണ്ടാക്കുന്ന പ്രവർത്തനങ്ങളുടെ, ഞങ്ങൾ പറഞ്ഞല്ലോ 20%, അത് ഏറ്റവും കുറയില്ല സാർ, ഇനി കൂടുകയുള്ളൂ. അതാ ശിവഗിരിയിൽ അപ്പോൾ തന്നെ മറുപടി അവിടെ നിന്ന് വന്നത്. അതുകൊണ്ട് മറുപടികൾ ഇനിയും വരും. ശക്തമായിട്ട് മുന്നോട്ട് പോവുക തന്നെ ചെയ്യും. അവരുടെ പ്രശ്നങ്ങൾ, പിന്നെ ഹിന്ദുക്കളുടെ പാർട്ടി മാത്രമൊന്നുമല്ല BJP, മുസ്ലിമും ഉണ്ട്, ക്രിസ്ത്യാനിയും ഉണ്ട്. എന്താ അമിത്ഷാ വേറൊരു മതക്കാരനായിരുന്നു, ഹിന്ദു ആണെന്ന് എനിക്ക് തോന്നിയില്ല. അമിത്ഷാ വേറൊരു മതത്തിൽപ്പെട്ട ആളാണ്. അങ്ങനെയുള്ള ആളുകളാണ് ഈ പാർട്ടിയിലുള്ളത്. അതുകൊണ്ട് ഒരു മതത്തിന്റെ ഇതൊന്നും കെട്ടിപ്പിടിച്ചൊന്നും നിലനിർത്താൻ നിങ്ങൾ ശ്രമിക്കേണ്ട ആവശ്യമില്ല. ഞങ്ങൾ പ്രവർത്തിച്ചു കൊണ്ടേയിരിക്കും. ഇവിടെ ഭരിച്ച സമയത്ത് ഒന്നും ചെയ്യാതെ ഇവിടെ വന്ന് പ്രസംഗം നടത്തുക, ചാനൽ ഫ്ലോറിൽ ഇരുന്നിട്ട്, അതല്ല വേണ്ടത്. പ്രവർത്തിച്ച് കാണിക്കണമായിരുന്നു ധൈര്യത്തോടെ. അത് കാണിക്കാതെ ഇവിടുത്തെ ഹിന്ദു സംഘടിക്കുമ്പോൾ അതൊരു വോട്ട് ബാങ്കായിട്ട് ഉയരുന്ന സമയത്ത് അവനെ ഈഴവനെന്നും നായരെന്നും ദളിതനെന്നും പറഞ്ഞ് അവനെ 2, 3, 4 കഷ്ണങ്ങളാക്കി മാറ്റാനുള്ള നിങ്ങളുടെ ശ്രമം, അത് ഈ സമൂഹത്തിൽ ഇനി നടക്കുമെന്ന് നിങ്ങൾ വിചാരിക്കേണ്ട. ശക്തരായിട്ട് നാരായണ ഗുരുദേവന്റെ അവസാനത്തെ പൊതുയോഗം ഞാൻ അത് നോക്കുകയായിരുന്നു. 1927 പള്ളാതുരുത്തിയിൽ, നിങ്ങൾ ഇതിന്റെ ഇടക്കാലത്തുള്ള സാധനമല്ലേ പറഞ്ഞത്, ഇത് അവസാനം നാരായണ ഗുരുദേവൻ പങ്കെടുത്ത അവസാനത്തെ SNDP-യുടെ ഒരു പൊതുയോഗത്തിൽ പള്ളാതുരുത്തിയിൽ നാരായണ ഗുരുദേവൻ പറഞ്ഞ കാര്യമുണ്ട്. ആ പള്ളാതുരുത്തിൽ SNDP യോഗത്തിന്റെ സ്ഥലത്ത് പോയ അവിടെ വിളംബരം എന്ന് എഴുതി വെച്ചിട്ടുണ്ട്. അവസാനത്തെ ആ പൊതുയോഗത്തെ കുറിച്ചിട്ട് നാരായണ ഗുരുദേവൻ ഹിന്ദുവാണ് എന്ന് ഉറപ്പിക്കുന്നതാണ്. ഞാൻ വേണമെങ്കിൽ വായിച്ച് കേൾപ്പിച്ചുതരാം, നിങ്ങൾക്കും പരിശോധിച്ച് നോക്കിയാൽ കാണുവാൻ സാധിക്കും. പള്ളാതുരുത്തിയിൽ പോയാൽ നിങ്ങൾക്ക് അവിടെ ശിലാഫലകത്തിൽ വലിയ ഉണ്ടാക്കിയിട്ടുണ്ട്. അത് വായിച്ചു നോക്കണം. ഈ രാജു പി നായരും CR നീലകണ്ഠനും. സമയം കഴിഞ്ഞു. എന്നാലും അവസാനമായി ശ്രീ രാജു പി നായർ, വലിയ വെല്ലുവിളി ഉയർന്നുകൊണ്ടാണ് അങ്ങേക്ക് സമയം തരുന്നത്. 1 മിനിറ്റിൽ താഴെ പ്രതികരിക്കണം. അല്ല, എനിക്കിപ്പോഴും മനസ്സിലായി, നാരായണഗിരി ഹിന്ദു ആണെന്ന് പറഞ്ഞാൽ RSS-കാരാണെന്ന് അർത്ഥമുണ്ടോ? ഞാൻ ചോദിക്കട്ടെ, നിങ്ങൾ RSS-കാർക്ക് നിങ്ങൾ ഈ പറയുന്ന ഹിന്ദു മതത്തിലുള്ള എല്ലാവരും, അല്ലെങ്കിൽ ഈ പറയുന്ന പട്ടികജാതി വിഭാഗത്തിലുള്ളവരെ ഹിന്ദുവായിട്ട് നിങ്ങൾ എവിടെയാ പരിഗണിച്ചിട്ടുള്ളത്? നിങ്ങൾക്ക് ഈ പറയുന്ന ഉത്തരേന്ത്യയിലൊക്കെ തൊലിയൊരിക്കുന്നതിന് മനുഷ്യരെ കെട്ടിയിട്ട് തല്ലിയവരല്ലേ? ഞാൻ ചോദിക്കട്ടെ, ഈ രാജ്യത്ത് സംവരണ നയത്തെ സംബന്ധിച്ച് RSS-ന്റെ നിലപാടെന്താ? പട്ടികവർഗ വിഭാഗം ഉൾപ്പെടെയുള്ളവർക്ക് സംവരണം നൽകുന്നതിനെ സംബന്ധിച്ച് RSS-ന്റെ നിലപാടെന്താ?
നിങ്ങൾ 10% വരുന്ന സവർണ ഹിന്ദുത്വത്തിന്റെ ഇച്ഛയ്ക്കപ്പുറം നിങ്ങൾ എവിടെയാണ്? ഈ പറയുന്ന മനുഷ്യരെ കണ്ടിട്ടുള്ള അദൃശ്യരായിരുന്നു. നിങ്ങളുടെ മുഴുവൻ സമയത്തും ഈ പറയുന്ന അടിച്ചമർത്തപ്പെട്ടിരുന്ന വിഭാഗങ്ങൾ, പിന്നോക്ക വിഭാഗങ്ങൾ അദൃശ്യരായിരുന്നു. ആ അദൃശ്യരായവർക്ക് ദൃശ്യത നൽകിയത് സംവരണമാണ് ജനാധിപത്യ ഇന്ത്യയിൽ. ആ ജനാധിപത്യ ഇന്ത്യയിൽ സംവരണം കൊടുത്തപ്പോൾ അതിനെതിരായിട്ട് നിലപാടെടുത്തവരാണ് നിങ്ങൾ ഇപ്പോഴും, ഇല്ലേ? എന്നിട്ട് നിങ്ങൾ എവിടെ ഈ പറയുന്ന സാമൂഹിക യാഥാർത്ഥ്യങ്ങളെ സംബന്ധിച്ച് നിങ്ങൾ ഇറങ്ങിച്ചെന്ന് പ്രവർത്തിക്കുന്നത്? നിങ്ങൾ വർഗീയത പറഞ്ഞ് സമീപകാലത്ത് തീവ്ര മേൽക്കൈ ലഭിക്കുന്ന രാഷ്ട്രീയ സാഹചര്യത്തിൽ വർഗീയത പറഞ്ഞ് വിദ്വേഷം പറഞ്ഞ് ചില സ്ഥലങ്ങളിൽ വോട്ടെടുപ്പിലും ചില സ്ഥലങ്ങളിൽ പോളിയോ വോട്ടുകളെക്കാൾ കൂടുതൽ വോട്ടുകൾ രാജു തുടർച്ചയായി ഗണേഷ് ചോദിക്കുന്ന ആ ചോദ്യത്തിനുള്ള മറുപടി അതായിരുന്നു അങ്ങേക്ക് നൽകിയ അവസരവും. രാജു ഗണേഷ് ആവർത്തിച്ച് ചോദിക്കുന്ന ചോദ്യം, അതിനുള്ള മറുപടിക്കായിരുന്നു അങ്ങേക്ക് അവസരം നൽകിയത്. ഏതാ ഗണേഷ്? ഞാൻ ചോദിക്കട്ടെ, നിങ്ങൾ ഇനി ഒരു അധികാരത്തിൽ എത്തിയെന്ന് വിചാരിക്കുക. എത്തിയിട്ടുണ്ടെങ്കിൽ ശബരിമലയിലും ഗുരുവായൂരിലും അബ്രാഹ്മണരായിട്ടുള്ള ആളെ നിങ്ങൾ പൂജ ചെയ്യാൻ നിയോഗിക്കുമോ? ശരി രാജു, മറുപടി, എന്നിട്ട് എനിക്ക് ചർച്ച അവസാനിപ്പിക്കണം. ശബരിമലയും ഗുരുവായൂരും മാത്രമല്ല, ഈ രാജ്യത്തുള്ള മുഴുവൻ അമ്പലങ്ങളിലും അബ്രാഹ്മണർക്ക് പൂജ ചെയ്യാനുള്ള അവകാശം വേണം. അത് നിയമത്തിലൂടെയും പരിഷ്കരണത്തിലൂടെയും കൊണ്ടുവരാൻ ശ്രമിച്ചിട്ടുള്ളവരാണ് ഞങ്ങൾ. ശരി. പക്ഷേ അതെല്ലാം ബ്ലാക്ക് ആൻഡ് വൈറ്റ് അല്ല, പല ഘട്ടങ്ങളിൽ ഉയർന്നിട്ടുള്ളതിനെ സംബന്ധിച്ച് അവിടെ നിലപാടെടുത്തിട്ടുള്ളവർ തന്നെയാണ്. ഞങ്ങൾ എവിടെയാണ്? ഈ പറയുന്ന കേരളത്തിലല്ലേ അബ്രാഹ്മണർ കോടതി പോയി നിങ്ങൾ എവിടെ ഏതെങ്കിലും ഈ ശബരിമലയും ഗുരുവായൂരൊക്കെ അന്നും ഉണ്ടായിരുന്നു നിങ്ങളുടെ ഈ സർക്കാരിന് കീഴിൽ? നടപ്പിലാക്കിയിട്ടില്ല. സമയം പൂർണ്ണമായും കഴിയുന്നുണ്ട് ഞാൻ ഇടപെടുകയാണ്. രാജു ശരി രാജു, സമയം കഴിഞ്ഞു രാജു, സമയം കഴിഞ്ഞു. വളരെയധികം നന്ദി ചർച്ചയിൽ പങ്കെടുത്ത എല്ലാവർക്കും.